السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شر وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, റഹ്മാനായ റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ ദീൻ അവസാന ശ്വാസം വരെ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ ഫിത്നകളും ഫസാദുകളും ഏറെ നിറഞ്ഞ ഈ കാലത്ത് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആദ്യം തന്നെ ഗൗരവപൂർവം ഉണർത്താനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, മനസ്സിലാക്കുക, ദീനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുക, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ ഇന്നത്തെക്കാൾ നല്ല മുസൽമാനായി നാളെ ജീവിക്കുക, നാളത്തെക്കാൾ നല്ലവനായി മറ്റന്നാൾ ജീവിക്കുക. അങ്ങനെ മരണം വരെ പഠിച്ചും പകർത്തിയും തിരുത്തിയും ശരിയായ മുസ്ലിമായി മരിക്കാൻ പരിശ്രമിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികൾ കൊണ്ടൊക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാക്കേണ്ടത്. ഇന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ഈ ക്ലാസ്സിന് തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയം തസ്കിയത്തും തർബിയത്തും എന്നതാണ്. രണ്ടു അറബി പദങ്ങളും നമുക്ക് പരിചയമുള്ള, ദീനീ രംഗത്ത് എന്തെങ്കിലുമൊക്കെ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയുന്ന രണ്ടു പദങ്ങളാണ്. വിശദമായി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അറിയില്ലെങ്കിലും തർബിയത്ത് എന്ന വാക്ക് റബ്ബ യുറബ്ബി തർബിയത്ത്, പരിശീലിപ്പിക്കുക, വളർത്തിയെടുക്കുക എന്നൊക്കെയാണ് ഭാഷയിൽ അതിനർത്ഥം. മലയാളത്തിൽ അതിന് ശിക്ഷണം എന്ന് പറയാറുണ്ട്. ആധുനിക അറബിയിൽ എഡ്യൂക്കേഷൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് തർബിയത്ത് എന്ന വാക്കാണ്. തത്ഹീർ ശുദ്ധീകരണം, തൻഷിഅത്ത് വളർത്തിയെടുക്കൽ, തഅ്ദീബ് അദബ് പഠിപ്പിക്കൽ എന്നൊക്കെ അതിന് ഭാഷാ ഡിക്ഷണറികളിൽ നമുക്ക് അർത്ഥം കാണാൻ സാധിക്കും. എന്താണ് തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ ആളുകളും പറയാറുണ്ട്, എല്ലാ വിഭാഗങ്ങളും പറയുന്നു, ജനങ്ങളെ തർബിയ ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം അതാണ്. തർബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ദീനീ ജീവിതം നയിക്കാൻ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നതാണ്. എല്ലാ ആളുകളും അവർ മനസ്സിലാക്കിയ ദീനേതോ അത് അവരുടെ ആളുകളെ പഠിപ്പിക്കാൻ, അതിനനുസരിച്ച് പരിശീലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പഠിപ്പിക്കാതെ, പരിശീലിപ്പിക്കാതെ
അന്ധമായ അനുകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദുമാര് പറയുന്നതിനെ വായു തൊടാതെ വിഴുങ്ങി ജീവിക്കുന്ന തനിച്ച മുഖല്ലിദുകളും പറയാറുണ്ട് ഞങ്ങൾ തർബിയ ചെയ്യുകയാണ് എന്ന്. അതിരിക്കട്ടെ, ഇനി തസ്കിയത്ത് എന്ന വാക്കിന് അർത്ഥം എന്താ? സക്ക യുസക്കി തസ്കിയത്ത്, സംസ്കരിക്കുക എന്നാണ് അർത്ഥം, ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അത്തൗബയിൽ സകാത്ത് വാങ്ങാൻ പറയുന്ന സന്ദർഭത്തിൽ ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്നും താങ്കൾ സകാത്ത് സ്വീകരിച്ചു കൊള്ളുക. തുതഹിറുഹും, അത് അവരെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം ബിഹ, താങ്കൾ അവരെ അത് മുഖേന ശുദ്ധീകരിക്കുകയാണ്, സംസ്കരിക്കുകയാണ്. അപ്പോ സകാത്ത് എന്ന വാക്ക് തന്നെ അതിൽ നിന്ന് വന്നതാണ്, സമ്പത്തിന്റെ സംസ്കരണമാണത്. മാത്രമല്ല സകാത്ത് നൽകുന്നവനും ഒരു തരം സംസ്കരണം ലഭിക്കുന്നുണ്ട്, പിശുക്കിൽ നിന്നും ആർത്തിയിൽ നിന്നുമൊക്കെയുള്ള സംസ്കരണം. അപ്പൊ സകാത്ത് എന്ന വാക്കും തസ്കിയത്തുമായിട്ട് ബന്ധമുണ്ട്. മനസ്സിന്റെ സംസ്കരണമാണ് ഇവിടെ തസ്കിയത്ത് എന്ന വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കാറുള്ളത്. ആത്മസംസ്കരണം. ബാഹ്യമായ ചിട്ടകളോ ശീലങ്ങളോ പഠിപ്പിച്ചാൽ അതിന് തസ്കിയത്ത് എന്ന് പറയില്ല. മറിച്ച് മനസ്സിൽ നിന്ന് തുടങ്ങുന്ന തസ്കിയത്ത്, മനസ്സംസ്കരണം, അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ്, അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു, അതിനെ ഫസാദാക്കിയവൻ, അതിനെ മലിനമാക്കിയവൻ അവൻ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളെല്ലാവരും കേട്ടതാണ് ഒരു ഹദീസ്, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി, അത് തകരാറിലായാൽ കേടുവന്നാൽ ശരീരം മുഴുവൻ കേടുവന്നു. അതാണ് ഹൃദയം. ഹദീസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അലാ ഇന്ന ഫിൽ ജസദി മുൽഗ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അതാകുന്നു ഹൃദയം. അപ്പൊ ഹൃദയ ശുദ്ധീകരണം ആണ് യഥാർത്ഥത്തിൽ തസ്കിയത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ രണ്ട് വിഷയവും, ഇത് രണ്ടും യഥാർത്ഥത്തിൽ അർത്ഥസാദൃശ്യമുള്ള, അർത്ഥസാമീപ്യമുള്ള വാക്കുകളാണ്. തസ്കിയത്തന്നെ തെർബിയത്ത്, തെർബിയത്തന്നെ തസ്കിയത്ത് എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ പറയും. പക്ഷെ രണ്ടും തമ്മിലുള്ള ബന്ധവും എന്നാൽ രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസവും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടിനെയും അർത്ഥം ഞാൻ പറഞ്ഞത്. ഇവിടെ സാധാരണ പാർട്ടികൾ തങ്ങളുടെ അണികൾക്ക് കൊടുക്കാറുള്ള പാർട്ടി ട്രെയിനിങ്ങിനും വേണമെങ്കിൽ എന്തു പറയാം? തെർബിയത്ത് എന്ന് പറയാം. നിങ്ങൾ നായയെ എന്തെങ്കിലുമൊക്കെ പരിശീലിപ്പിച്ചാൽ അതിനും തെർബിയത്ത് എന്ന വാക്ക് ഭാഷയിൽ ഒരു പക്ഷേ ഉപയോഗിക്കാൻ സാധിച്ചേക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ട്രെയിനിങ് അല്ല നമ്മൾ തെർബിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ തസ്കിയത്തിൽ ഊന്നിയ തെർബിയത്താണ് നമ്മുടെ തെർബിയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ തെർബിയത്തിന്റെ, സലഫി തെർബിയത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അത് കേവലം ബാഹ്യമായ ചില ചിട്ടകളോ ശീലങ്ങളോ പഠിപ്പിക്കുന്ന പാർട്ടി ട്രെയിനിങ് അല്ല, മറിച്ച് ജീവിതത്തെ ആസകലം മാറ്റിമറിക്കുന്ന തസ്കിയത്തിലൂന്നിയ മനസ്സിൽ നിന്ന് തുടങ്ങുന്ന തസ്കിയത്താണ്. അതിൽ തസ്കിയത്തിലൂന്നിയ തെർബിയത്താണ് എന്നാണ് നമുക്ക് ആളുകളോട് ഒന്നാമതായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാഹ്യമായ രൂപഭാവങ്ങളിലേക്കല്ല നോക്കുന്നത്, ഹൃദയങ്ങളിലേക്കും അതിൽ നിന്ന് പുറപ്പെടുന്ന അമലുകളിലേക്കുമാണ് എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. ഈ വഅഅമാലിക്കും എന്നുള്ള ചില ആളുകൾക്ക് അറിഞ്ഞൂടാ. ഹൃദയത്തിലേക്കാണല്ലോ നോക്കുന്നത്, ഹൃദയത്തിലേക്കാ നോക്കണത്. അതുകൊണ്ട് ബാഹ്യമായ ചിട്ടകൾക്കൊന്നും അത്ര കാര്യമല്ല. താടി വെച്ചാലും പഠിച്ചാലും തുണി താത്തിയാലും പൊന്തിച്ചാലും അള്ള പെടുക്കാൻ നോക്കുക, അള്ള പെടുക്കാൻ നോക്കുക എന്ന് ചില ജാഹിലികൾ പറയാറുണ്ട്. അവർ ഈ ഹദീസിന്റെ ഈ ലഫ്ള് കണ്ടിട്ടുണ്ടാവില്ല. ചില റിവായത്തിൽ അതില്ലാത്തത് കൊണ്ട് അവരങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. റസൂൽ പറഞ്ഞത് ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളെ ഖൽബുകളിലേക്കും ആ ഖൽബിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അമലുകളിലേക്കുമാകുന്നു അള്ളാഹു നോക്കുന്നത്. ഖൽബ് നന്നായാൽ അമല് നന്നാകും, ശരീരമാസകലം നന്നാകും. ഖൽബ് നമ്മുടെ നിയന്ത്രണത്തിൽ വന്നാൽ കണ്ണും കാതും കൈയും കാലുമൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ വരും. ജീവിതമാസകലം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ഒന്നായി പരിവർത്തിപ്പിക്കുന്ന സമൂലമായ പരിവർത്തനം, അതാണ് യഥാർത്ഥത്തിൽ സലഫി തർബിയത്ത് കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് തസ്കിയത്തിലൂന്നിയ തർബിയത്താണ് നമുക്ക് ആവശ്യം. നാളെ പരലോകത്ത്
നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഖൽബുൻ സലീം, അന്യൂനമായ കുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ഖൽബുമായിട്ട് റബ്ബിനെ സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ കാര്യം, യൗമ ലാ യൻഫഉ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തിൽ നീ എന്നെ അപമാനിക്കല്ലേ, മാനം കെടുത്തല്ലേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകാരം ചെയ്യാത്ത ദിവസം എന്ന് പറഞ്ഞിട്ട് ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അന്യൂനമായ ഒരു ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കൊഴികെ. അപ്പോ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ അന്യൂനമായ, കുറ്റമറ്റ, തകരാറുകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത ഹൃദയം. ഓരോ മനുഷ്യനും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ്. പിന്നീടാണ് അവരിൽ പല കളങ്കങ്ങളും വന്നു ചേരുന്നത്. ആ കളങ്കങ്ങൾ ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. ഒരു തെറ്റു ചെയ്യുമ്പോൾ ഒരു ചെറിയ കറുത്ത പുള്ളി ഹൃദയത്തിൽ വീഴുന്നു, പിന്നെ അത് വീണ്ടും തെറ്റിയുമ്പോൾ വീണ്ടും വലുതാകുന്നു, വീണ്ടും വലുതാകുന്നു. അങ്ങനെ ഹൃദയം തന്നെ മൂടിപ്പോകുന്നുവെന്ന് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ തർബിയത്തിന്റെ പ്രത്യേകത മനസ്സിൽ നിന്ന് തുടങ്ങുന്ന തർബിയത്താണ് നമുക്ക് ആവശ്യം. പിന്നെ നമ്മുടെ തർബിയത്തിന് നാം ഇന്ന് ആധുനികമായ പല തർബിയത്തുകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അതൊന്നുമല്ല നമ്മുടെ അവലംബം. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തുൽ കിറാം റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവരെ എങ്ങനെയാണ് തർബിയ ചെയ്തെടുത്തത്? ആ തർബിയത്തിന്റെ രീതിശാസ്ത്രമാണ് വര തെറ്റാതെ, മുറ തെറ്റാതെ നമ്മൾ അനുകരിക്കേണ്ടത്. അതിലാണ് നമുക്ക് വിജയം. മനസ്സിലായില്ലേ? ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ടാണോ നന്നായി തീർന്നത് അതുകൊണ്ടല്ല അതിന്റെ അവസാന കാലക്കാരും നന്നായി തീരുന്നതല്ല. ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാരാണ് നമ്മൾ. ആദ്യകാലക്കാർ സഹാബത്താണ്. ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണ്. അപ്പൊ സഹാബികൾ അവരെങ്ങനെയാ നന്നായത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തർബിയ ചെയ്തെടുത്ത രീതി അതാണ് സൂറത്തുൽ ജുമഅയിലെ 2-ാമത്തെ ആയത്ത് ഞാൻ ഓതി വെച്ചത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. ആ നിരക്ഷരരായ, എഴുത്തും വായനയും അറിയാത്ത അറബ് സമൂഹത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചത് അള്ളാഹുവാണ്. എന്താണ് ആ റസൂൽ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കുന്നു. വയുസക്കീഹിം, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും വിശുദ്ധ ഖുർആൻ, വൽ ഹിക്മ അതിന്റെ ആധികാരിക വ്യാഖ്യാനമായ തിരുസുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഇതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിന്റെ ഊടും പാവും തഅലീമുൽ ഖുർആനി വസ്സുന്ന, ഖുർആനും സുന്നത്തും പഠിപ്പിക്കലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തർബിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകിയത്. ഇന്ന് പലതരം തർബിയത്തുകളും നൽകുന്നുണ്ട് പലരും. ഓരോ പാർട്ടികളും അവരെ പാർട്ടി അണികളെ പലതരത്തും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ തർബിയത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തർബിയത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് നമ്മുടെ തർബിയത്തിന്റെ പ്രത്യേകത അത് പഴമയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതാണ് നമ്മളെ കുറിച്ച് സലഫികൾ എന്ന് നമ്മൾ പറയുന്നത്. സലഫുകളുടെ മാർഗം സ്വീകരിച്ചവർ. ഇന്നിപ്പോ എല്ലാവരും സലഫിയാ അല്ലെ? പച്ചക്ക് ഹദീസ് നിഷേധിക്കുന്നവൻ സലഫി എന്നാ പറയുന്നത്. സിഹിർവാദല്ല, ജിന്നുവാദല്ല, സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളെ പരസ്യമായി നിഷേധിക്കുന്നത്, സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ പോലും സ്വന്തം ബുദ്ധി കൊണ്ട് തള്ളുന്നവർ, ഖുർആനിനെ തന്നിഷ്ടത്തിനൊത്ത് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ച, സ്വഹാബത്ത് വ്യാഖ്യാനിച്ചതിന് വിരുദ്ധമായി മൈക്കിൽ സ്റ്റേജിൽ കയറി വ്യാഖ്യാനിക്കുന്നവൻ, ഹദീസുകളെ പുച്ഛിക്കുന്നവൻ, പരിഹസിക്കുന്നവൻ, അവനൊക്കെ വാദിക്കുന്നു ഞാനും സലഫിയാണ്. അതുകൊണ്ട് ആ പേര് നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോ ഹേയ്, അങ്ങനെയാണല്ലോ മുസ്ലിം എന്ന പേര് നമുക്ക് തികയാതെ വന്നപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് സ്വീകരിക്കേണ്ടി വന്നത് അല്ലേ? റസൂലുള്ളാഹിന്റെ ചര്യയും സഹാബത്തിന്റെ മാർഗവും സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ.
കേവല മുസ്ലിങ്ങൾ എന്നതല്ല. പിന്നെ അഹ്ലുസുന്നത്തുൽ ജമാ എല്ലാ അന്ധവിശ്വാസികളും അനാചാരപ്രേമികളും പറയുന്നത് എന്താ? ഞങ്ങൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനത്തെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തല്ല, ഞങ്ങൾ സലഫികളാണ്, സലഫുസ് സാലിഹുകളെ മാർഗം സ്വീകരിച്ചവരാണ്. ആരാണ് സലഫുസ് സാലിഹുകൾ? ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്. റസൂലുള്ളാഹിന്റെ വാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച തലമുറ ആരാണ്? സ്വഹാബത്തുൽ കിറാം. പിന്നെ അവരെ തുടർന്ന് വരുന്നവർ അതാരാ? താബിഉകൾ. പിന്നെ അവരെ തുടർന്ന് വരുന്നവർ തബഉ താബിഉകൾ. ഈ 3 തലമുറയാണ് ഉത്തമ തലമുറയെന്ന് പുണ്യ റസൂലിന്റെ തിരുനാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയവർ. അവർ ദീനിനെ മനസ്സിലാക്കിയത് എങ്ങനെ? അതുപോലെ മനസ്സിലാക്കുന്നവരാണ് നമ്മൾ. അവർ നിന്നിടത്ത് നമ്മൾ നിൽക്കുന്നു. അവർ പഠിച്ചതുപോലെ നമ്മൾ പഠിക്കുന്നു. അവർ വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുന്നു. അവർ നിലപാടെടുത്തതുപോലെ നമ്മൾ നിലപാടെടുക്കുന്നു. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം പഴമയിലേക്കാണ് ജനങ്ങളെ തിരിച്ചു വിളിക്കുന്നത്. പലരും പറയും പുത്തൻവാദമാണിത്. എന്താ പുത്തൻവാദം എന്ന് അവര് പറഞ്ഞ അർത്ഥം? അവര് കേട്ടിട്ടില്ല, അവരെ ഉപ്പ കേട്ടിട്ടില്ല, ഉപ്പാനൊപ്പ കേട്ടിട്ടില്ല, അവരെ ഉസ്താദിന്റെ ഉസ്താദും കേട്ടിട്ടില്ല, കഴിഞ്ഞ തലമുറയിലൊന്നും കേട്ടുകേൾവിയില്ല, അവരെ നാട്ടു നടപ്പിലില്ല, മാമൂലിൽ കേട്ടിട്ടില്ല. ഇതാണ് ഇസ്ലാമിൽ പുത്തൻ എന്ന് പറയുന്നത്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പിൽക്കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വിശേഷം ദീനിൽ കടത്തിക്കൂട്ടപ്പെട്ടതെന്നാ. അപ്പൊ 1200 കൊല്ലം പഴക്കമുള്ള പുത്തൻവാദം ഇവിടെ ഉണ്ടാവും. പക്ഷേ 12 നൂറ്റാണ്ട് പഴക്കമുണ്ട്. അപ്പൊ പുത്തനും പഴയതും തീരുമാനിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത കാലത്ത് കഴിഞ്ഞത് എന്നർത്ഥത്തിലല്ല. പിന്നെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടതാണോ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു പോയ ദീനിൽ പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടതാ പുത്തൻവാദം എന്ന് പറയുക. നമ്മൾ പഴമയിലേക്കാണ് ആളുകളെ തിരിച്ചു വിളിക്കുന്നത്. 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്കാണ് ആളുകളെ നാം തിരിച്ചു വിളിക്കുന്നത്. അതാണ് നമ്മുടെ തർബിയത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. 3 ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള തർബിയത്താണ് നമ്മുടേത്. നോട്ട് പുസ്തകം കഴിഞ്ഞോ? തീർന്നോ? കുറച്ചാൾ കൂടി കൊടുക്കണ്ട്. വാങ്ങിക്കോളൂ. ഇപ്പൊ വന്നവർ പലരും വാങ്ങിയിട്ടില്ല. ഹിഫ്ളുൽ ഇൽമി അൽ കിതാബത്തുന. ഒരു ഇൽമ് കേട്ടാൽ അത് എഴുതി വെച്ചാൽ അത് സംരക്ഷിക്കലായി. ഈ ബുക്കോടെ കൊണ്ടുപോയിടല്ല. ഇനി ഇങ്ങനത്തെ ക്ലാസ് മുമ്പ് ഈ ബുക്ക് തന്നെ എടുക്കണം. അപ്പോ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള തർബിയത്താണ്. പൊള്ളയായ ആവേശവും മറ്റുള്ളവരെ കാണിക്കാനുള്ള ജാടകളും മോടികളും പുറംപൂച്ചുകളും പ്രകടനങ്ങളും ഒക്കെയാണ് ഇന്ന് പല മതവിഭാഗങ്ങളുടെയും തർബിയത്തായി കാണപ്പെടുന്നത്. അവരെ അണികൾക്ക് നൽകുന്ന ശിക്ഷണം അതാണ്. ആവേശ പ്രസംഗങ്ങൾ കേട്ട് പൊള്ളയായ ആവേശം ഉൾക്കൊണ്ട് എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നെന്ന് അവനും അറിഞ്ഞൂടാ, ചെയ്യിപ്പിക്കണമെന്നും അറിഞ്ഞൂടാ. ആൾക്കൂട്ടങ്ങളെ ഹരം കൊള്ളിക്കുന്ന വാചാടോപ്പങ്ങൾ നടത്തി ഇൽമിൽ നിന്ന് തികച്ചും അന്യമായ, ഇൽമിൽ അവലംബിക്കാത്ത ക്ലാസുകളും പ്രസംഗങ്ങളും ഒക്കെയാണ് പലയിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മൾ ഇൽമിന്റെ അടിസ്ഥാനത്തുള്ള തർബിയത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞില്ലേ, ആ തർബിയത്താണത്. ലോകത്തുടനീളമുള്ള സലഫി ഉലമാക്കൾ ആളുകളെ ഏത് രീതിയിൽ തർബിയ ചെയ്തൊടുക്കുന്നുവോ ആ തർബിയത്ത് നമ്മുടെ നാട്ടിലും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട്. പലപ്പോഴും സംഘടനാപരമായ ചട്ടവട്ടങ്ങൾ അതിന് ഈ തർബിയത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമായിട്ടുണ്ട്. ഇൽമിൽ നിന്നും അകന്നു, ഉലമാക്കളിൽ നിന്നും അകന്നു. ഉലമാക്കളുടെ രീതി തന്നെ ഒഴിവാക്കി അവർ പാർട്ടി രീതികൾ തുടങ്ങി, പാർട്ടി പ്രവർത്തന ശൈലിയിലേക്ക് പോയി. നിങ്ങൾ നോക്കൂ, പൊതുജനങ്ങളെ പേടിച്ച്, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായി പച്ചയായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മതേതരവാദികളെ പേടിച്ച് മതത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങൾ പോലും ഇന്ന് പറയാൻ പല സംഘടനക്കാർക്കും പേടിയാണ്. സംഗതി അതീതരൊക്കെ ഉള്ള തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മള് പറഞ്ഞാല് ആളുടെ നമ്മളെ പറ്റിയൊരു മോശ ഇമേജ് ഉണ്ടാവുള്ളൂ. ജിന്ന്, ശൈത്താൻ, ഇതൊക്കെ 1400 കൊല്ലം മുമ്പുള്ള വിഷയ. അതൊക്കെ ഇപ്പൊ പറയാ പഴഞ്ചൻ വിഷയങ്ങൾ. അപ്പൊ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വളരെ വ്യക്തമായി പറയപ്പെട്ട കാര്യങ്ങൾ പോലും പറയാൻ മടിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നതും ലോക സലഫി ഉലമാക്കൾ അഭിമാനപൂർവ്വം പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പോലും പറയാൻ മടിക്കുന്നു. എന്താ കാരണം? കാരണം ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള തെർബിയത്തല്ല ഇവിടെ ആളുകൾക്ക് ഒപ്പിച്ച തെർബിയത്താണ്. പാർട്ടിയിൽ എങ്ങനെ ആള് കൂടും, ആളുകളെ പിടിച്ചു നിർത്താൻ ഇപ്പൊ എന്താ പറയേണ്ടത്, എപ്പോഴും ആകർഷിക്കുന്ന ഒരു ടൈറ്റിലുള്ള ഒരു ക്യാമ്പയിൻ എന്താ, മറ്റോലെ ആ ക്യാമ്പയിൻ ഉണ്ടല്ലോ, ആ ക്യാപ്ഷൻ ഭയങ്കര കേട്ടോ, അത് ആളുകൾ എങ്ങനെ പിടിച്ചു നിർത്തും. എന്താണ് ആ പോസ്റ്റൊക്കെ, അതുപോലത്തെ ഒരു ക്യാപ്ഷൻ ആയിരിക്കണം, ആളുകൾ കണ്ടങ്ങോട്ട് ആകർഷിക്കണം. ഈ രീതിയിലുള്ള ജനങ്ങളെ ആകർഷിക്കുക, ആളെ പിടിച്ചു നിർത്തുക എന്നതിലേക്ക് പ്രവർത്തനങ്ങൾ വഴുതിപ്പോയി. അപ്പൊ സ്വാഭാവികമായും ഇൽമിൽ നിന്നും അകന്നുപോയി. ഇൽമിന്റെ ആവശ്യം തന്നെയല്ല. 10 കൊല്ലം ഖുത്ബ പറഞ്ഞവനും ഒരു ഇബ്നു കസീറും കൂടി കണ്ടിട്ടുണ്ടാവില്ല. അമാനുമോലിന്റെ പരിഭാഷയും റിയാദ് സാലിന്റെ പരിഭാഷ തന്നെ ഒപ്പിച്ചു പോവുകയാണ്. അതിനെ ധാരാളമാണ്. നാട്ടുകാർക്കും അങ്ങനെ തന്നെ. പല മഹല്ലുകളിൽ സ്ഥിതി എന്താ വെച്ചാല്, നമ്മളെ പാർട്ടിന്റെ ആളായാൽ മതി, ഓൻ എങ്ങനെ വന്നാലും കുഴപ്പമില്ല, തെങ്ങേറാൻ വരുന്ന മാതിരി അങ്ങോട്ട് വരും, പാൻറ്റൊക്കെ ഇൻസർട്ടാക്കി അതിന്റെ ഉള്ളൊക്കെ അങ്ങനെ തുറച്ച് കണ്ട് അതുകൊണ്ട് കയറി ഇന്ന് അരക്കഞ്ച് കുപ്പായോട്ട് താടിയും പഠിച്ച് എന്തോ ഒരു നോട്ടും കൊണ്ട് എന്തോ രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ പോയാൽ കാക്കാർക്ക് തൃപ്തിയായി. കാക്കാർക്ക് നാളെ ചടങ്ങ് നടന്നിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? ഈ രീതിയിലൊക്കെ മിമ്പറുകളെ അധപ്പതിപ്പിച്ചു. വിവരമുള്ള ഒരുപാട് ആളുകൾ താഴെ ഇരുന്നിട്ട് നെറ്റി ചൊളിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹുവേ ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ. മനസ്സിലായില്ലേ? പക്ഷെ പാർട്ടിന്റെ ആളായാൽ മതി, ഏത് ജാഹിലായാലും കുഴപ്പമില്ല. ഈ രീതിയിലേക്ക് അധപ്പതിക്കാൻ കാരണം എന്താ? ഇൽമിൽ നിന്നും അകന്നു, ഉലമാക്കളിൽ നിന്നും അകന്നു, വെറും സംഘടനാ തർബിയത്തായി മാറി, സലഫി തർബിയത്തിൽ നിന്നും അകന്നു പോയി. അതുകൊണ്ടാണല്ലോ ജിന്നുബാധയും സിഹ്റുബാധയൊക്കെ പറയാൻ മടി അല്ലേ? ലാ യംനഅന്ന അഹദകും മഖാഫത്തുൻ നാസ് അൻ യഖൂല ബിൽ ഹഖി ഇദാ അലിമഹു ഔ റആഹു. കണ്ടോ, ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ സത്യം പറയുന്നതിൽ നിന്ന്. അത് അയാൾ കണ്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. നമ്മൾ കണ്ടതും നമ്മൾ മനസ്സിലാക്കിയതും നമുക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യമാണ്. പക്ഷെ ആളുകൾ എന്താ വിചാരിക്കുക, പൊതുസമൂഹം നമ്മളെങ്ങനെ വിലയിരുത്തും എന്നാണ്. പഴഞ്ചന്മാര്, നിങ്ങള് മുജാഹിദീങ്ങൾ എന്നൊക്കെ പറഞ്ഞ നല്ലൊരു പുരോഗമനവാദികളാണെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. കാലഘട്ടത്തിന് പറ്റിയ ഉന്നതമായ ചിന്താഗതിയുള്ളവരാ. നിങ്ങളെ പ്രസംഗം കേട്ടിട്ട് ജിന്ന്, ശൈത്താന്, സിഹിറ്, ജിന്ന് ബാധ എന്തെല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്, കൂളിയും കുട്ടിച്ചാത്തനൊക്കെ ഒഴിവായതല്ല ഇവിടുന്ന് എന്നൊക്കെ അവര് പറഞ്ഞാൽ നമുക്കൊരു മോശല്ലേ? അപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ നവോത്ഥാന പ്രസ്ഥാനം എന്ന നാട്യവുമായി നടക്കുന്ന ഈ കാലത്ത് ഇതൊക്കെ പറയാതെക്കലല്ലേ നല്ലത്? ഹദീസൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷെ എപ്പോ പറയണ്ടെന്ന് മെല്ലെ മെല്ലെ പറഞ്ഞു ഒതുങ്ങാത്തല്ലോ. ഇനി പറഞ്ഞാൽ പുറത്താക്കുന്നതായി, പറഞ്ഞാൽ പലരും പുറത്താക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പൊതുസമൂഹത്തിന് വരും, കണ്ടില്ലേ ഞങ്ങൾ പുറത്താക്കിയില്ലേ, ഇപ്പൊ ഞങ്ങൾ ക്ലീൻ ആയില്ലേ, ഇപ്പൊ ഞങ്ങൾ എങ്ങനെയുണ്ട്, ഇപ്പൊ ഞങ്ങൾ ഉഷാറല്ലേ, ഇപ്പൊ ഞങ്ങൾ നവോത്ഥാനത്തിന്റെ ആൾ തന്നെയല്ലേ? നോക്കണം നിങ്ങൾ, ഈ ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയി എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ വക പ്രത്യേകതകൾ, സലഫി തർബിയത്ത്, ഇവിടെ പറ്റിയ തെറ്റെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറ്റിയൊരു തെറ്റ് ഇസ്ലാഹിൽ മാത്രം ശ്രദ്ധയൂന്നി, അതായത് ശിർക്ക് ബിദ്അത്തുകൾ, സമൂഹത്തിൽ കടന്നുകൂടിയ ശിർക്ക് ബിദ്അത്തുകളെ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയി. തൗഹീദിന് വിരുദ്ധമായ, തിരുസുന്നത്തിന് വിരുദ്ധമായ ഒട്ടനേകം കാര്യങ്ങൾ ഇവിടെ പച്ചയായി നടക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങൾ ദീനാണെന്ന് നിലക്കാ കൊണ്ടു നടക്കുന്നത്. ജാറത്തെ പൂജിക്കുന്നതും ദീനിന്റെ ഭാഗമാണ്. അത് സിയാറത്ത്, ഖബർ സിയാറത്താണെന്നാ പറയുന്നത് അല്ലെ? മരിച്ച വീട്ടിൽ അടിയന്തരം കഴിക്കുന്നത് ആ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണെന്നാ പറയുന്നത്. ഇങ്ങനെ ഹദീസിലില്ലാത്തതും ഖുർആനിലില്ലാത്തതുമായ നിരവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദീനായി ആചരിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായി. അത് നമ്മൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഇസ്ലാഹ് നടത്തി. പക്ഷേ ഈ ഇസ്ലാഹിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തൗഹീദ് എന്താണ്, സുന്നത്ത് എന്താണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാര്യമായ പുരോഗതി വരുത്താൻ സാധിച്ചില്ല. ശിർക്ക് ഇന്നതാണ്, വിദഅത്തിന്നതൊക്കെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഒരാളെ ഹിദായത്ത് പൂർത്തിയാവോ? ഇല്ല. ശിർക്ക് ഇന്നതാണ്, അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, മറ്റേ ബിദ്അത്താണ്, ഇത് ഖുറാഫാത്താണ്, മറ്റേ ലലാലത്താണ്. ശരി, യഥാർത്ഥ തൗഹീദോ അത് പഠിപ്പിക്കണ്ടേ? അതിനാണ് തെർബിയത്ത് എന്ന് പറയാ. അപ്പൊ ഇസ്ലാഹിന്റെ വശത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുകയും തെർബിയത്ത് സലഫിയ്യ അത് വേണ്ടതുപോലെ നടക്കാതെ പോവുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ സലഫി തെർബിയത്തിന് പറ്റിയ അപാകത. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പോയി പിന്നെയും പൂച്ചനെ മേപ്പിട്ടിട്ട മാതിരി അവസാനം വീണ് 4 കാലൂത്തി തന്നെ.
മനസ്സിലായില്ലേ? എങ്ങനെ പറഞ്ഞാലും പോയി അവസാനം ഓൽക്ക ഇല്ലേ, ഓൽക്ക് ക്യാമ്പയില്ലേ, അപ്പൊ നമുക്കും ക്യാമ്പയിൻ വേണ്ടേ, ഓൽക്ക് MGMന്റെ ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനമൊക്കെ അല്ലേ നമ്മൾ നടത്തി, നമ്മളെ പെണ്ണുങ്ങൾ പോലപ്പം പോകൂലേ, ആ ജാതി പേടി. അങ്ങനെ മറ്റൊരു നടത്തിനൊക്കെ ഒപ്പിച്ച് നടത്തി ഓരോട് മത്സരിക്കുന്ന ഒരവസ്ഥ. ഏതൊന്ന് പിരിഞ്ഞു പോന്നോ അതിനെ മുഖ്യ ശത്രുവായി കണ്ടിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി. അപ്പൊ സലഫി തർബിയത്ത് പോയി. സലഫി തർബിയത്തിലേക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കാണ്. നിലവിലുള്ള സംഘടനാ സംവിധാനങ്ങളെ ദൂഷ്യങ്ങൾ ഇരുന്ന് ആഴത്തിൽ 6-7 ദിവസം എന്ന് ചർച്ച ചെയ്യാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നതോ ഇത് ലോകോത്തര സലഫി പ്രവർത്തനമാണ്, ഇത് ലോകം മുഴുവൻ പഠിപ്പിക്കേണ്ടതാണ്, ഉത്തരേന്ത്യയിലേക്ക് ഞങ്ങൾ ഇത് കയറ്റിയേക്കാൻ പോവാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കാൻ പോവാണ്. കയറ്റിയേക്കാൻ പറ്റിയ മുതല് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സംഘടന ഈ ദൂഷ്യങ്ങളൊക്കെ ഇപ്പൊ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ യഥാർത്ഥ സലഫിയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന, അവലംബിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഇതാണ്, അൽ ഇസ്ബാഹ് ഫി ബയാനി മൻഹജി സലഫ് ഫി തർബിയത്തി വൽ ഇസ്ലാഹ്. ഇത് ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു സാലിഹ് അൽ ഉബൈലാൻ എന്ന് പറയുന്ന സൗദിയിലെ ഒരു ഉന്നത പണ്ഡിതൻ രചിച്ചിട്ടുള്ള പുസ്തകമാണ്. അൽ ഇസ്ബാഹ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അൽ ഇസ്ബാഹ്, വെളിച്ചം നൽകൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാ. ഫി ബയാനി മൻഹജി സലഫ്, സലഫുകളുടെ മാർഗം വിവരിക്കുന്ന കാര്യത്തിൽ. ഏതിലുള്ള മൻഹജ്? ഫി തർബിയത്തി വൽ ഇസ്ലാഹ്, തർബിയത്തിലും ഇസ്ലാഹിലും. ഒന്നുകൂടി പറയാം, അൽ ഇസ്ബാഹ് ഫി ബയാനി മൻഹജി സലഫ് ഫി തർബിയത്തി വൽ ഇസ്ലാഹ്. അപ്പൊ തർബിയത്തിലും ഇസ്ലാഹിലും സലഫുകളുടെ മാർഗരീതി എന്തായിരുന്നു എന്ന് വിവരിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം സൗദി അറേബ്യയിൽ മൊത്തത്തിൽ ഒരാൾ ഒരു ഗ്രന്ഥം രചിച്ചാൽ അയാൾ സ്വതന്ത്രമായി പ്രസിദ്ധീകരിക്കുന്നതിന് പകരം അവിടെ ഒരു അദബുണ്ട്. തന്നെക്കാൾ വലിയൊരു പണ്ഡിതനെ കൊണ്ട് അത് പരിശോധിപ്പിച്ച് അദ്ദേഹം അതിന് അടിക്കുറിപ്പ് എഴുതുകയോ തിരുത്തുകൾ നിർദ്ദേശിക്കുകയോ ഒക്കെ ചെയ്താൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു തക്രീമോ ഒരു തഖ്ദീമോട് കൂടി ഇറക്കുക എന്നുള്ള ഒരു മര്യാദ. ഷെയ്ഖ് ഉബൈലാൻ, അബ്ദുല്ലാഹി ഇബ്നു സാലിഹ് അൽ ഉബൈലാൻ, അതാണ് ഗ്രന്ഥകർത്താവിന്റെ പേര്. ഇത് പരിശോധിച്ചത് റാജഅഹു വസഹഹു വഖദ്ദമ ലഹു, ഇത് പരിശോധിച്ച് തെറ്റുതിരുത്തി ഇതിന് തഖ്ദീം എഴുതി കൊടുത്തത് സാഹിബുൽ ഫളീല അൽ അല്ലാമ അശ്ശൈഖ് സാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ ഉളു ഹൈഅത്തി കിബാരിൽ ഉലമാ. സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതിയിലെ പ്രമുഖനായ അംഗം ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ആണ് ഈ പുസ്തകം പരിശോധിച്ച് ഇതിലെ ഓരോ അധ്യായത്തിനും തലക്കെട്ടുകൾ എഴുതി കൊടുത്തത്. അപ്പൊ അത് നമ്മള് ഷെയ്ഖ് അബ്ദുല്ലാഹി ഇബ്നു സാലിഹുൽ ഉബൈലാൻ ഇസ്ലാഹിലും തർബിയത്തിലും നമ്മൾ പാലിക്കേണ്ട 50-ലധികം അടിസ്ഥാന തത്വങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ക്ലാസ്സിൽ അവലംബിക്കുന്ന ഈ പുസ്തകത്തിൽ 50-ലധികം ഇസ്ലാഹിലും തർബിയത്തിലും പാലിക്കേണ്ട കായിദകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 343 പേജുള്ള ഈ ഗ്രന്ഥം ഇത് ശരിക്ക് 5-6 ക്ലാസ്സുകളിൽ വിശദീകരിക്കണം. ഇതിന് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മംഗലാപുരത്ത് ഒരു ക്ലാസ്സിൽ അത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് CD ആയി പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഖായിദ, ഈ പുസ്തകത്തിലെ ഒന്നാമത് പറയുന്ന ഖായിദ, അൽ ഖായിദത്തുൽ ഊല, അദ്ദീനു മബ്നിയുൻ അലാ അസ്ലൈനി അളീമൈനി അൽ ഇഖ്ലാസ് വൽ മുതാബഅതു ലിന്നബിയ്യി. അദ്ദീനു മബ്നിയുൻ അലാ അസ്ലൈനി, ദീൻ എന്നത് 2 പ്രധാന അടിത്തറയുടെ മേൽ എടുക്കപ്പെട്ടുള്ളതാണ്. അസ്ലൈനി അളീമൈനി, മഹത്തായ 2 അടിത്തറകളിലാണ് ദീൻ സ്ഥാപിതമായിട്ടുള്ളത്. അൽ ഇഖ്ലാസ്, 1 ഇഖ്ലാസ്, 2 അൽ മുതാബഅതു ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇഖ്ലാസും ഇത്തിബാഉം എന്ന് പറയാറില്ലേ, അത് തന്നെയാണ്. അപ്പോ 2 കാര്യങ്ങൾ നമ്മൾ ഈ സലഫി തർബിയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇഖ്ലാസും വേണം, ഇത്തിബാഉം വേണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ്, തനിപ്പിക്കുക എന്നാ പണ്ടൊക്കെ അർത്ഥം പറയാ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക, വേറെ ഒന്നിനും വേറെ ഒരു താല്പര്യവും അതിന്റെ പിന്നിൽ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിയ്യത്ത് ശരിയാക്കുക എന്ന് പറയില്ലേ. സഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ ഹദീസ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മിമ്പറിൽ വെച്ച് പരസ്യമായി പറഞ്ഞ് ഒരുപാട് ആളുകൾ റിവായത്ത് ചെയ്ത് പ്രസിദ്ധമായ ഹദീസാണ്.
ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, എല്ലാ ഓരോ മനുഷ്യനും അവൻ എന്തൊന്ന് നിയ്യത്ത് ചെയ്തോ അത് ലഭിക്കുന്നതാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയെങ്കിലും ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ, അതാണ് അയാള് അള്ളാഹു പറഞ്ഞു റസൂൽ നിർദ്ദേശിച്ചു അതനുസരിച്ചാണ് താൻ ഹിജ്റ പോകുന്നത് എന്ന ലക്ഷ്യം മാത്രമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അയാളുടെ ഹിജ്റ അള്ളാഹുലേക്കും റസൂലിലേക്കുമായിരിക്കും. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ലിദുന്യൻ യുസീബുഹാ, എന്തെങ്കിലും ഭൗതികമായ ഒരു കാര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരാൾ ഹിജ്റ ചെയ്തതെങ്കിലോ, അവിംറാത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ, താൻ കെട്ടാൻ ഉദ്ദേശിച്ച പെണ്ണ് റസൂലിന്റെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്, ഓളെ കെട്ടണമെങ്കിൽ ഇപ്പൊ മദീനത്ത് പോകല്ല, നിവൃത്തിയില്ല എന്ന നിലക്കാണോ ഒരാൾ ഹിജ്റ പോയത്, എന്നാൽ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി, ആ ഹിജ്റ, അദ്ദേഹത്തിന്റെ ഹിജ്റ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ അത് അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. കണ്ടോ? അപ്പൊ ഓരോ പ്രവർത്തനത്തിന്റെയും ബാഹ്യമായ രൂപമല്ല നോക്കേണ്ടത്, മറിച്ച് പ്രവൃത്തി ചെയ്യുന്നവന്റെ ഉദ്ദേശം എന്താണോ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. അതുകൊണ്ട് ആ ഉദ്ദേശം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അതോടൊപ്പം ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആയിരിക്കുകയും ചെയ്യുക. ഇതാണ് ഇപ്പൊ ഇവിടെ ഉദാഹരണം പറഞ്ഞ ഏതാ? ഹിജ്റയാണ്. എല്ലാരും ഒന്ന് ഓഫാക്കി, എല്ലാരും ഒരുപാട് ആളെ ക്ലാസ് ഫസാദായി പോകും. ഒന്ന് സൈലന്റ് ആയിക്കാളി, എല്ലാരും അവനാൻ്റെ നിർത്ത് നോയിക്കാളി, സൈലന്റ് ആക്കിയണോ. ഇതിപ്പോ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, അവയവം പോലെ നമ്മളെ കൊണ്ടുനടക്കുന്ന സാധനമാണ്. അപ്പോ ഹിജ്റയാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്. ഹിജ്റ എന്നത് ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്. ശിർക്കിന്റെ നാട്ടിൽ നിന്നും തൗഹീദിന്റെ നാട്ടിലേക്ക് ജീവിതം പറിച്ചു നടുകയാണ്. മുവഹിദായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ അങ്ങോട്ട് പോണത് ഖുർആന്റെ കൽപ്പന, യാ ഇബാദിയല്ലദീന ആമനു ഇന്നർലി വാസിഅ വയ്യായ ഫഅബ്ദൂൻ, മുഅ്മിനുകളായ എന്റെ അടിമകളെ, എന്റെ ഭൂമി വിശാലമാണ്, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, എനിക്ക് മാത്രം ഇബാദത്ത് എടുക്കുക. എനിക്ക് മാത്രം ഇബാദത്തെടുത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ അതിന് പറ്റുന്നിടത്തേക്ക് നിങ്ങൾ മാറി താമസിക്കണം. അതാണ് ഹിജ്റ. പക്ഷെ പലരും ഹിജ്റ പോകും, എല്ലാവരും ഒരേ നിയ്യത്തുള്ളവരായിക്കൊള്ളണമെന്നില്ല. സ്വന്തം ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് പോയാൽ ആ ഹിജ്റ സ്വഹീഹാണ്, അത് മഖബൂലാണ്, അള്ളാഹുവിങ്കൽ സ്വീകാര്യമാണ്. അതല്ല, കച്ചവടത്തിന് വേണ്ടി പോയി, മദീന നല്ലൊരു കച്ചവട കേന്ദ്രമാണ്, അവിടെ പോയാൽ കച്ചവടം നടക്കുമല്ലോ, എന്നാ കൂട്ടത്തെ ഹിജ്റയാട്ടെ എന്ന നിലക്ക് പോയി, സമ്പത്ത് ലക്ഷ്യം വെച്ച് പോയി, വിവാഹം ലക്ഷ്യം വെച്ച് പോയി, ഇങ്ങനെ വല്ലതുമാണെങ്കിൽ അയാൾക്ക് അത് കിട്ടും, അയാൾക്ക് ഹിജ്റന്റെ പുണ്യം കിട്ടൂല. കാരണം എന്താ? അയാൾ യഥാർത്ഥ മുഹാജിറല്ല. യഥാർത്ഥ മുഹാജിറാകാനുള്ള നിയ്യത്ത് അയാൾക്കില്ല. അയാൾ ഒരു പക്ഷെ അങ്ങനെ വാദിച്ചെന്ന് വരും, ഞാൻ അങ്ങനത്തെ ആളാണ്, പക്ഷേ അയാളെ നിയ്യത്ത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. ഇനി ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് കർമ്മം ചെയ്തു, പക്ഷെ ചെയ്യുന്ന കർമ്മൊന്നും അള്ളി റസൂലും പഠിപ്പിച്ചതല്ല, എന്നാൽ അതും സ്വീകാര്യമല്ല. നമുക്ക് അറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് 3 ആളുകൾ വന്ന സംഭവം അല്ലേ? 3 ആളുകൾ വന്നിട്ട് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയൊക്കെ ചോദിച്ചറിഞ്ഞു, ഇബാദത്തുകളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പൊ വന്നോൽക്ക് തോന്നി പോരാ, നമ്മൾ വിചാരിച്ച അത്രയൊന്നും ഇല്ലല്ലോ. പിന്നെ അവർ സമാധാനിച്ചു, അള്ളാന്റെ റസൂലല്ലേ, റസൂലാവുമ്പോ പിന്നെ അത്രയൊക്കെ മതിയാവും, നമ്മളെപ്പോലെ അല്ലല്ലോ. അതുകൊണ്ട് അവരെന്ത് ചെയ്ത്, അവരവിടുന്ന് തീരുമാനം എടുത്തു, ഞങ്ങൾ ഏതായാലും ഇനി ഇങ്ങനെയൊന്നും പോരാ, ഞങ്ങള് ഇത് എല്ലാ രാത്രിയും നിസ്കരിക്കും, രാത്രി മുഴുവനും നിസ്കരിക്കും, ഉറങ്ങുന്ന പ്രശ്നമില്ല. ഒരാൾ പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും, നോമ്പ് ഒഴിവാക്കൂല. ഒരാൾ പറഞ്ഞ് ഞാൻ കല്യാണം പോലും കഴിക്കാതെ ജീവിക്കുകയാണ്, കല്യാണം കഴിച്ചാൽ ഞാൻ അതൊരു തടസ്സമുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ അവരെ വിളിച്ചു, അദ്ബല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതെ, എന്നാ മനസ്സിലാക്കിക്കോളീം, ഇന്നമാ നഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയമുള്ളവും ഏറ്റവും കൂടുതൽ തഖ്വയുള്ളതും നിങ്ങളെ കൂട്ടത്തിൽ ഞാനാണ്. നിങ്ങളെക്കാളൊക്കെ പടച്ചോനെ മനസ്സിലാക്കി പടച്ചോനെ പേടിക്കുന്ന ഞാനാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യമാരുണ്ട്. അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിക്കല്ല, ഞാൻ ഉറങ്ങും പിന്നെ എണീറ്റ് നിസ്കരിക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എനിക്ക് എല്ലാ ദിവസവും നോമ്പല്ല, ഞാൻ നോമ്പെടുക്കും, നോമ്പ് വിടും. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ഈ നടപടിക്രമം ആർക്ക് ഇഷ്ടമില്ലയോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അവൻ ഇസ്ലാമിന്റെ പടി പുറത്ത്. കണ്ടങ്ങള്, നിസ്കാരാണ്, നോമ്പാണ്, കല്യാണം പോലും കഴിക്കാതെ ഭക്തി ജീവിതം നയിക്കാൻ തീരുമാനിച്ച ആളാണ്.
പീഠത്തിൽ കയറ്റി നിർത്തി അനുമോദിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാക്കി തീർക്കാനാണ് ഞാൻ പരിശ്രമിച്ചതെന്ന് റസൂൽ പറഞ്ഞോ? ഇല്ല. അതിരും വരമ്പില്ലാതെ തോന്നിയ മാതിരി ചെയ്യാൻ പറ്റില്ല. ഇസ്ലാം നിശ്ചയിച്ച അതിർവരമ്പുകൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതാണ് സുഹൃത്തുക്കളെ, ഈ ഒരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതുകൊണ്ടായില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇഖ്ലാസ് കൊണ്ട് മാത്രം അമൽ ഖബൂലാവൂല. ഇപ്പൊ ബിദ്അത്ത് ചെയ്യുന്നവർക്കൊക്കെ ഇഖ്ലാസ് ഉണ്ടാവും. ചിലപ്പോ ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ യഥാർത്ഥ ഇഖ്ലാസ് അല്ല, പടച്ചോൻ കൂലി കിട്ടണം എന്നുള്ള വിചാരം ഉണ്ടാവും അല്ലെ. ഇപ്പൊ മരിച്ചെടുത്ത് ഖുർആൻ ഓതുന്ന ആൾക്ക് മരിച്ച ആൾക്ക് ഇതിന്റെ കൂലി കിട്ടും എന്ന് വിചാരിച്ചാണ് ഇയാൾക്ക് 500 നോട്ട് കൊടുത്താലും ഇയാൾ ഓതിയിട്ട് പടച്ചോനെ ഞാൻ ഈ ഓതിന്റെ കൊലിക്ക് അടക്കണേ, മയ്യത്തിന് കൊടുക്കണേന്ന് അയാൾ ഹദിയ ചെയ്യും. അപ്പൊ അതിന്റെ ഉപ്പാക്ക് കിട്ടും എന്നാണ്. മയ്യത്തുണ്ടോമ്പോ ദിക്റല്ലുള്ളത് അതിനാണ്. മരിച്ചതിന്റെ കാര്യം 3, 7, 14, 40 ആണ്ടും അടിയന്തരമൊക്കെ കഴിക്കണ് പരേതന് ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ എന്തെങ്കിലും ഒരു താല്പര്യം പലപ്പോഴും അതിൽ ഉണ്ടാവില്ല. ചില ആളൊക്കെ ഉണ്ടാവും കേട്ടോ, ഇതൊന്നും വിശ്വാസമല്ല, നാട്ടുകാർക്ക് വേണ്ടി, അത് വേറെ കാര്യം. പൊതുവെ ആളുകൾ ചെയ്യുന്ന എന്തിനാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അത് മതത്തിന്റെ ഭാഗമാണ്, പുണ്യമാണ് എന്ന വിചാരത്തിലാണ്. പക്ഷെ അതിലെന്തില്ല, അതിൽ ഇത്തിബാഇല്ല. മുതാബഅത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ഷിയാക്കൾ ചെയ്യുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ട്, എത്രയെത്ര പുതിയ ആരാധനാ കർമ്മങ്ങളാ സൂഫികൾ ഉണ്ടാക്കിയത് അല്ലെ. ഒരു സൂഫി തരീഖത്തിൽ ചേർന്നാൽ ആ തരീഖത്തിന്റെ ഷെയ്ഖ് ഒരുപാട് ദിക്റുകൾ പഠിപ്പിക്കും. അയാൾ പ്രത്യേക മുറാഖബ, അവിടുന്ന് വലത്തുനിന്ന് ഇടത്തേക്ക് ചെല്ലേണ്ടത്, ഇടത്തുനിന്ന് നിലത്തേക്ക് ചാടേണ്ടത്, ചാടി ചെല്ലേണ്ടത് ഇല്ല, പലതും പഠിപ്പിക്കും. നല്ല ആ ഭക്തിയിലൊക്കെ ചെയ്യും. ഹോ 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 എന്നുണ്ട് ദിക്റിന് ചെല്ലിട്ട് കിട്ടിട്ട് മസ്തായി പോവും. ഇതൊക്കെ അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദീനാ. തനിച്ച കിറുക്ക് ഭ്രാന്തന്നെ തോന്നിപ്പോവും. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിച്ചതല്ല. ഇപ്പോ ഖൽവത്ത് വേണമെന്ന് പറഞ്ഞിട്ട് ജുമാക്ക് പോകാത്ത ജമാഅത്തിനോത്ത സൂഫികളുണ്ട്. ഒറ്റക്കിരുന്നാൽ നിക്കരിച്ചാൽ എനിക്ക് ശരിയാകുള്ളൂ, അതുകൊണ്ട് ഞാൻ റൂം അടച്ച് ലൈറ്റൊക്കെ എടുത്ത് ഒറ്റക്ക് നിക്കരിക്കാൻ. എന്റെ അടുത്ത് ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞ് ഇയാള് ഈ തരീഖത്ത് പെട്ട ആളാണ്, ഇങ്ങനെയാണ് ഇയാളെ സ്ഥിതി. എന്ത് പറഞ്ഞാലും ഓനൊന്നും മറുപടി അറിയില്ല. അപ്പൊ അവനോട് പറഞ്ഞിരിക്കുക, ഒന്നും സംസാരിക്കാൻ പോകരുത് എന്ന് ഷെയ്ഖ് പറഞ്ഞാണ്. ആരോടും അതിനെപ്പറ്റി പറയരുത്, നിനക്ക് നീ ആത്മീയമായ നല്ലൊരു മേഖലയിലാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി അവന് തർക്കിക്കാൻ പോകണം, നീ അതിലെങ്ങനെ പോയാൽ മതി. സ്വന്തം ബുദ്ധിയും ചിന്തയും ഒക്കെ ഷെയ്ഖിന് പണയം വെച്ചിരിക്കുകയാണ്. സൂഫിസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, ഭാര്യ വരെ വേണമെങ്കിൽ ഷെയ്ഖിന് സമർപ്പിക്കണം, എന്നാലേ പൂർണ്ണമായ ഏൽപ്പിച്ചു കൊടുക്കലാവുള്ളൂ. മുരീദ് ഷെയ്ഖിനുണ്ട്, എല്ലാ നിലക്കും ഏൽപ്പിച്ചു കൊടുക്കണം എന്നാണ്. കുൻ ഇന്ദ ഷെയ്ഖിക കൽ മയ്യിത്ത് ഇന്ദ ഗാസിലിഹി, നീ നിന്റെ ഷെയ്ഖിന്റെ അടുത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ മയ്യത്ത് എങ്ങനെയാണ് അതുപോലെ ആകണം എന്നാ. എന്തെല്ലോ ചെയ്യുന്നുണ്ട് അവര് സൂഫികള്. പക്ഷെ അതൊന്നും അള്ളാഹു റസൂലും പഠിപ്പിച്ചതല്ല. ബിദ്അത്തായ ദിക്റുകൾ, ബിദ്അത്തായ ദുആകൾ, ബിദ്അത്തായ നിസ്കാരങ്ങള്, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ കൂലി കിട്ടാനാ ചെയ്യുന്നത്. പക്ഷേ അതിൽ ഇത്തിബാ ഇല്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, പറയുക നബിയേ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക. റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യണം. എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ അവൻ പുറത്തു തരും. സൂറത്തു ആലു ഇംറാൻ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇഖ്ലാസ് നശിക്കുകയും നിഫാഖും റിയാഉം ഒക്കെ തലപൊക്കുകയും ചെയ്തൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദീനീ പ്രവർത്തന രംഗങ്ങളിൽ പോലും ഇഖ്ലാസ് പോയി പോവുകയാണ് അല്ലെ. കാട്ടിക്കൂട്ടലുകളും ജാടകളും, പത്രത്തിൽ പേര് വരണം അല്ലെ, മറ്റു സംഘടനക്കാർ ഞെട്ടണം, അവരെ നറിയട്ടെ എന്നൊക്കെ രീതിയിലേക്ക് പോവുകയാണ്. ജാടകൾ, എന്തെല്ലാം ജാടകളും കാട്ടിക്കൂട്ടലുകളാണ്. രാഷ്ട്രീയക്കാർ പോലും നാണിച്ചു പോകുന്ന ജാടകൾ മതസംഘടനകൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? സലഫിയത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്നവരിൽ പോലും അതിന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇഖ്ലാസിന്റെ കാര്യം ഈ കാലഘട്ടത്തിൽ ഊന്നി പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുതാബഅത്തുൽ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാതെ എന്തൊക്കെയോ കുറെ അമലുകൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്താണ്? അവിടെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. അത് അവിടെ ഞാൻ വിശദീകരിക്കാം. ഒരു ഇൽമുല്ലാതെ എന്തൊക്കെയോ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കടക്കണമോ, ഇഖ്ലാസ് വേണം, ഇത്തിബാ വേണം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ കടക്കും വിസമ്മതിച്ചവരൊഴികെ. അപ്പോൾ ചോദിക്കപ്പെട്ടു, അമൻ അബ, ആരാ വിസമ്മതിച്ചവർ? ഖാല, അവിടുന്ന് പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വാനി ഫഖദ് അബാ. കണ്ടോ, ആരാണ് എനിക്ക് എതിര് പ്രവർത്തിച്ചത്, ധിക്കരിച്ചത്, അവനാണ് വിസമ്മതിച്ചവൻ. അതുകൊണ്ട്
ഒന്നാമത്തെ കായിക നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. എന്താ ഒന്നാമത്തെ കായിക? ദീൻ രണ്ടു പ്രധാന അസ്ലുകളിൽ പടുത്തുയർത്തപ്പെട്ടതാണ്. ഒന്ന് ഇഖ്ലാസ്, മറ്റൊന്ന് ഇത്തിബാ. രണ്ടാമത്തേത് ഖാഇദത്തു സാനിയ അന്ന മസ്ദർ അത്ത്-തശ്രീഇ വദ്ദഅവതി വൽഇബാദതി ഹുവൽ ഖുർആനു വസ്സുന്നത്തു സ്വഹീഹ. അന്ന മസ്ദർ അത്ത്-തശ്രീഇ വദ്ദഅവതി വൽഇബാദതി ഹുവ നുക്തത്തിൻ രണ്ട് പുള്ളിട ഹുവ അൽ ഖുർആനു വസ്സുന്നത്തു സഹീഹ. നിയമനിർമ്മാണത്തിന്റെയും ദഅവത്തിന്റെയും ഇബാദത്തിന്റെയും ഒക്കെ സ്രോതസ്, അതിന്റെ ഒക്കെ സ്രോതസ് എവിടുന്ന? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. മനസ്സിലായില്ലേ? صل على محمد وعلى ال محمد كما صليت على ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم. അപ്പോ തശ്രീഅ് നിയമനിർമ്മാണം, ദഅവത്ത് ഇസ്ലാമിക പ്രബോധനം, ഇബാദത്ത്, ഇതിന്റെയൊക്കെ മസ്തർ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഖുർആനും സ്വഹീഹായ ഹദീസുകളുമായിരിക്കണം. അപ്പൊ ഏത് കാര്യത്തിലും ഖുർആനും സുന്നത്തും മാത്രം അവലംബമാക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള്, തത്വങ്ങള്, സിദ്ധാന്തങ്ങള്, അല്ലെങ്കിൽ മറ്റ് കിതാബുകളിലെ ഇബാറത്തുകള്, മാമൂലുകള്, നാട്ടുനടപ്പുകള്, സമ്പ്രദായങ്ങള്, അല്ലേ, കീഴ്വഴക്കങ്ങള്, ഇതൊന്നും ദീനിൽ അടിസ്ഥാനമായി കാണാതിരിക്കുക. ഒരാൾ എത്ര മഹാനായ വ്യക്തിയാകട്ടെ, അയാളുടെ വാക്ക് ദീനിൽ പ്രമാണമല്ല. ഇത് എന്തിനാ പറയണെന്ന് ചോദിച്ചാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. കാരണം ഖുർആനിനും സഹീഹായ ഹദീസിനും എതിരായ പലതും ഇന്നും ദീനായി ആചരിച്ച് നടക്കുന്ന ധാരാളം പേർ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തിലായാലും കർമ്മത്തിലായാലും ആചാരത്തിലായാലും അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. എത്ര ഉപ്പാപ്പമാരുടെ കാലം മുതൽ നിലനിൽക്കുന്ന കാര്യമാണെങ്കിലും ശരി, ഏത് മദ്ഹബിന്റെ കിതാബിൽ ഏത് വലിയ ഹോജ എഴുതി വെച്ചതാണെങ്കിലും ശരി, എന്തു വേണം? അവരോടൊക്കെയുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടു തന്നെ അതിനെ പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ സ്വഹാബത്തുൽ കിറാമിന്റെ ആ കാലം മുതൽക്കു തന്നെ പുതിയത് പലതും കടത്തിക്കൂട്ടാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഷിയാക്കൾ ഉണ്ടായത് സഹാബത്തിന്റെ കാലത്താണ്, അല്ലേ? പിന്നീട് ഇങ്ങോട്ട് ഖവാരിജുകൾ ഉണ്ടായി, അത് സഹാബത്തിന്റെ കാലത്താ. പിന്നെ മുഅ്തസിലത്ത് ഉണ്ടായി, ഖവാരിജ് ഉണ്ടായി, മുർജിയാക്കൾ ഉണ്ടായി, ഖദരിയാക്കൾ ഉണ്ടായി, ജബരിയാക്കൾ. ഈ കക്ഷികളും പാർട്ടികളൊക്കെ അവരെല്ലാം ദീനിൽ പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനിൽ പെടാത്ത പലതും ദീനായി കൊണ്ടുവന്നിട്ടുണ്ട്. ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ നിന്നും യഥാർത്ഥ വിശ്വാസം ഏതാണ്, യഥാർത്ഥ കർമ്മം ഏതാണ്, യഥാർത്ഥ ആചാരം ഏതാണ് എന്ന് വകതിരിച്ചു മനസ്സിലാക്കണമെങ്കിൽ കിതാബും സുന്നത്തും ആധാരമാക്കണം. അത് പറച്ചില് മാത്രം ഉണ്ടായാൽ പോരാ. മനസ്സിലായില്ലേ? പറയാപ്പ എല്ലാവരും പറയുന്നുണ്ടല്ലോ, കിതാബും സുന്നത്തും എന്ന് പറയാത്ത, ഖുർആൻ സുന്നത്ത് പറയാത്ത ഒരൊറ്റ വിഭാഗങ്ങളും ഇവിടെ അല്ല, എല്ലാ വിഭാഗങ്ങളും പറയുന്നുണ്ട്. പക്ഷെ പ്രായോഗിക തലത്തിൽ അതെന്തുമാത്രം അവർ പിന്നെ പ്രയോഗവൽക്കരിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നുണ്ട്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും പഴക്കൂല. അത് അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാകുന്നു. ഇമാം ഹാക്കിം തന്റെ അൽ മുസ്തദ്റക്കിലും ഇമാം മാലിക് തന്റെ അൽ മുവത്തയിലും ഉദ്ധരിച്ച ഹസനെന്നും സഹീഹെന്നും ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹദീസാണത്. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു. ലൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല, ഇംഗ്ലീഷിൽ നെവർ എന്ന് പറയില്ല, അതാ ലൻ തളില്ലു, ഒരിക്കലും നിങ്ങൾ പഴക്കൂല. മാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം കിതാബ് അല്ലാഹി, അള്ളാഹുവിന്റെ കിതാബും വസുന്നതി, എന്റെ ചര്യയുമാകുന്നു അത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഇൽമ് നമുക്ക് കിട്ടണം. എന്താ ഇൽമ്? ഇത് ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് തന്നെയാണ്. കാരണം രണ്ടും കൂടി കലർന്നിട്ടുള്ളത്. ഏതാണ് ശരിയായ ആചാരം, ഏതാണ് തെറ്റായ ആചാരം, ഏതാണ് ശരിയായ അഖീദ, ഏതാണ് തെറ്റായ അഖീദ, രണ്ടും നെല്ലും പതിരും പോലെ
കളയും വിളയും പോലെ കൂടിക്കലർന്നാണ് നമ്മുടെ ഉമ്മത്തിൽ കാണപ്പെടുന്നത്. അത് നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളൊക്കെ ന്യായീകരിച്ചു കൊടുത്ത് അതിനൊക്കെ ആയത്തും ഹദീസും തെളിവുണ്ടാക്കി കൊടുക്കാണ് പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് കല്ലും നെല്ലും വേർതിരിച്ചു കൊടുക്കൽ ആവശ്യമാണ്. അതിന് നമ്മൾ അവലംബിക്കേണ്ട എന്താ? ഭൂരിപക്ഷത്തിന് ഇഷ്ടേതാ അല്ലെങ്കിൽ മറ്റാളെ അംഗീകരിക്കണത്? അതിപ്പോ ഇവിടെ പറഞ്ഞാൽ പറ്റുമോ? ഇതൊന്നും അല്ല നമ്മൾ നോക്കണേ. കിതാബിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് ഇതാണ്. ഇമാമികൾ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ബിൻ അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുമുല്ലാ, ഇവരല്ലാത്ത വേറെയും കുറെ ഇമാമിങ്ങളുണ്ട്. അവരൊന്നും മദ്ഹബുകൾ ക്രോഡീകരിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൂ. ഇമാം സുഫിയാൻ സൗരിയും അതുപോലെ പല പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ പിന്നീടൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞെന്താ? കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്നാ. ഞങ്ങളെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും ദീനായി കാണരുത്. ഞങ്ങളെ വാക്ക് ദീനിൽ തെളിവല്ല, പ്രമാണമല്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റാം. ഞങ്ങൾ രചിച്ച ഗതികളിലൊക്കെ കിതാബിനും സുന്നത്തും എതിര് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ കിതാബും സുന്നത്തും എടുക്കണം. ഞങ്ങളെ വാക്കുകൾ നിങ്ങൾ വലിച്ചെറിയണമെന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊരു വിശ്വാസവും കർമ്മവും ആകട്ടെ, അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് കിതാബിനോടും സ്വഹീഹായ ഹദീസിനോടും യോജിക്കണം. ഇവിടെ സ്വഹീഹായ എന്ന് പറഞ്ഞ എന്തിനാ? വാദപ്രതിവാദത്തിനൊക്കെ വ്യവസ്ഥ എഴുതുമ്പോ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തത് ഹദീസ് എന്നറിയും. അത് പോരാ, ഹദീസ് എന്ന് പോരാ. എന്ത് വേണം? സ്വഹീഹായ ഹദീസ്. എന്തിനാ സ്വഹീഹായ ഹദീസ് എഴുതണത്? ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തിരിയില്ല. ഖുർആനും ഹദീസ് തന്നെ ഹദീസിന്റെ കിതാബിലുള്ള ഹദീസാന്ന് ഓരോരുത്തരുടെ വിചാരം. മനസ്സിലായില്ലേ? ഹദീസിന്റെ കിതാബിൽ ലൈഫായതും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ? നിങ്ങൾ ലൈഫായ ഹദീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ. അതിന്റെ വഴി ഇന്നതാണ്, ഇന്നാൾ നീട്ട സെനതടക്കം തന്ന അവർ ഉത്തരവാദിത്തം തീർന്നു. മനസ്സിലായില്ലേ? അപ്പൊ സ്വഹീഹായ ഹദീസ് ആയിരിക്കണം. സ്വഹീ അല്ലാത്ത പലതും ഇന്ന് ലൈഫായ ഹദീസുകൾ പലതും പ്രമാണമാക്കുന്നുണ്ട്. ഇപ്പൊ സൂഫിസം, തരീഖത്ത് ദുർബലമായ ഹദീസുകൾ കെട്ടി ഉയർത്തപ്പെട്ടതാ. റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കിയത് മൗലൂ എന്ന ഹദീസ്, ലൈഫായ ഹദീസിൽ ഏറ്റവും മോശമാണ് ഇത്. മൗലൂ റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടി ഉണ്ടാക്കിയതാ. അത് ഉദ്ധരിക്കാൻ തന്നെ പാടില്ല എന്നാണ്. എങ്ങനെ ഉദ്ധരിക്കാം? ഇങ്ങനെ കള്ള ഹദീസ് ഉണ്ട് കൂട്ടരെ, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാൻ വേണ്ടി അല്ലാതെ ജനങ്ങളോട് പറയരുതെന്ന. പക്ഷെ അത് റസൂലുള്ളാഹി എന്നും പറഞ്ഞിട്ട് അത് ഉദ്ധരിക്കാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ വിധി എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും കരുതിക്കൂട്ടി എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ റസൂല് പറഞ്ഞതാണ് അല്ല എന്നോന് ഉറപ്പായി. കാരണം ഹദീസ് മൗലൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ സനദിൽ റസൂലിന്റെ പേരിൽ കളവ് പറയുന്ന ഒരു കള്ളൻ ഉണ്ട് എന്നാ. മുത്തഹമുമ്പിൽ കദിബ്, ഒരു കസാബ് ഉണ്ട് എന്നാ. കണ്ടോ? അപ്പൊ നമുക്ക് ഈ കസാബിനെ രക്ഷപ്പെടുത്തണ്ട, റസൂലിനെ രക്ഷപ്പെടുത്തണ്ട്. നബി പറയാണ്, മൻ യഖുൽ അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് ആരെങ്കിലും എന്റെ മേൽ പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ, റിസർവ് ചെയ്തു കൊള്ളട്ടെ. മറ്റൊരു ഹദീസിൽ മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ, ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിച്ചു അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു, ഉറപ്പൊന്നുമില്ല, കളവാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, എന്നാൽ പോലും അയാൾ രണ്ടു കള്ളന്മാരിൽ ഒരാളാണ്. രണ്ട് കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു കള്ളൻ ഈ ഹദീസ് ഉണ്ടാക്കിയവൻ, രണ്ടാമത്തത് അത് പ്രചരിപ്പിക്കുന്നവൻ. അതുകൊണ്ട് സ്വഹീഹായ ഹദീസ് കൊണ്ട് മാത്രം അമൽ ചെയ്യണമെന്നത് ഇന്ന് സലഫികൾക്ക് മാത്രമുള്ള ഒരു ഇതാണ്. കാരണം മറ്റു പലരും ആവശ്യത്തിനൊക്കെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിൽ ലൈഫ് കൊടുക്ക, ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ ബുഖാരി മുസ്ലിം ആണെങ്കിൽ നമ്മൾ തള്ളും. ഇത് അപ്പോഴത്തെ മാനദണ്ഡം. ഇത് അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡമല്ല, ഇത് അഖ്ലാനികളുടെ മാനദണ്ഡമാണ്. കിതാബിനും സുന്നത്തിനും സ്ഥിരപ്പെട്ടാൽ അത് നമ്മൾ സ്വീകരിക്കണം. സഹീഹാണോ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. എന്നാൽ സഹീഹൻ ആയിക്കൊള്ളണമെന്നില്ല എന്ന ചിന്താഗതിക്കാരുമുണ്ട്. അതുകൊണ്ട് സഹീഹു സുന്ന അല്ല സുന്നത്തു സഹീഹ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ആ കാര്യം കൂടി സംസാരിക്കാം. നമുക്ക് ബാക്കി ഭാഗങ്ങൾ കൂടി സംസാരിക്കണം. എല്ലാവരും ഇഷാ ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഇൽമിന്റെ സദസ് പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇശാ ജമാഅത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ ഖാഇദയാണ്.
അതായത് ഖുർആനും സ്വഹീഹായ ഹദീസുമാണ് നാം എല്ലായിടത്തും അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത്. സ്വഹീഹായ എന്ന് പ്രത്യേകം പറയുന്നത് ദുർബലമായ ഹദീസുകളും തെളിവിന് പറ്റും, അമലിന് പറ്റും, കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന പല വിഭാഗങ്ങളും ഇവിടെയുണ്ട്. ചില ആളുകൾ പറയും അഖീദക്ക് പറ്റൂല, പക്ഷെ അമലിന് പറ്റും. അതായത് സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുവാൻ അത് ഹദീസ് ലൈഫ് ആണെങ്കിലും കുഴപ്പമില്ല എന്നൊരു വാദം പൊതുവെ തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നിരുപാധികം ലൈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാം, അമലിന് ഉപയോഗിക്കാം എന്ന് പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. പിൽക്കാലക്കാരായ ചില ആളുകൾ തന്നെ ലൈഫായ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാമെന്ന് പറഞ്ഞത് വ്യക്തമായ ഷർത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഷർത്തുകൾ പാലിച്ചാൽ യഥാർത്ഥത്തിൽ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ഉണ്ടാവുകയില്ല എന്നതാണ് വാസ്തവം. അതിൽ ഒന്നാമത്തെ ഷർത്ത് തന്നെ അല്ലാ യകൂന ളഅഫു ശദീദ, ഹദീസിന്റെ ദുർബലത കഠിനമായിരിക്കരുത് എന്ന് പറഞ്ഞാൽ ലഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലം, മൗദൂഉൻ മുൻകറുൻ എന്നൊന്നും പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഹദീസ് ആകാൻ പാടില്ല. അതായിരിക്കാം മനസ്സിലാകുക? സാധാരണക്കാർക്ക് മനസ്സിലാകുമോ? ഇല്ല. സാധാരണ പണ്ഡിതന്മാർക്ക് മനസ്സിലാകുമോ? ഇല്ല. മുഹദ്ദിസുകളിൽ തന്നെ നല്ല ആ രംഗത്ത് തഴക്കവും പഴക്കവും വന്നിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഹദീസിന്റെ ലഅഫ് ഷദീദോ ലഅഫ് യസീറോ എന്ന് മനസ്സിലാവുള്ളൂ. സഹീഹും ലഈഫും മനസ്സിലാക്കുന്നവരനെ ഇന്ന് 5% പോലും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവില്ല. അതിൽ തന്നെ നിപുണന്മാരായ ആളുകൾക്ക് ലഅഫ് യസീർ ലഅഫ് ഷദീദ് ഒക്കെ മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയും കാറ്റഗറിയുള്ള അവർക്ക് മാത്രമേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോ ഒന്നാമത്തെ ഷർത്തത. രണ്ടാമത്തേത് യകൂന തഹത അസ്ലിൻ ആമിൻ, ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു പൊതു അടിസ്ഥാന തത്വത്തിന് കീഴിൽ വരുന്ന കാര്യമാകണം അത്. എന്ന് പറഞ്ഞാല് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിന് പ്രേരിപ്പിക്കുന്ന ഹദീസ് ആകണം. ഇപ്പൊ സുബൈന്റെ മുമ്പുള്ള സുന്നത്ത് അത് സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതിന് പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, അതിനൊരു ചെറിയ ദുർബലത ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് ആ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും എന്തു വേണം? പുതിയ ഒരു അമലും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. നേരത്തെ ഉള്ളതാണ്, സ്ഥിരപ്പെട്ടതാണ്. അന്ന് അങ്ങനെയാണോ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാമെന്ന് പറയുന്നവർ മയ്യത്തുണ്ടോ ദിക്റി അല്ലാൻ ലൈഫായ ഹദീസ്, ഏലസ് കെട്ടാൻ ലൈഫായ ഹദീസ്, പരിച്ചാത്ത് ഖുർആൻ ഓതാൻ ലൈഫായ ഹദീസ്, ഇങ്ങനെ ലൈഫായ ഹദീസ് കൊണ്ട് പുതിയ അമലുണ്ടാക്കാണ് ഇവർ ചെയ്യുന്നത്. അതിനും ഒരിക്കലും പണ്ഡിതന്മാർ അനുവദിച്ചിട്ടില്ല. പിന്നെ മൂന്നാമത്തേത്, അമൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത് റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ? റസൂല് പറയാത്തത് റസൂല് ചെയ്യാത്ത റസൂലിലേക്ക് ചേർന്ന് വലിയ കുറ്റാണല്ലോ. അതുകൊണ്ട് റസൂല് സ്ഥിരപ്പെട്ട ഒന്നല്ല, ഹദീസിന്റെ കിതാബിൽ ഇന്ന് കാണുന്നുണ്ട് എന്ന നിലക്ക് അമൽ ചെയ്യാം. കണ്ടോ? നാലാമത്തേത് എന്താ അറിയോ? അല്ലാ യുദ്ഹിർ അമലഹു അമാമൽ ആം, പൊതുജനങ്ങൾ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ഈ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. അപ്പൊ കണ്ടു നിൽക്കുന്നവനും കേട്ടു നിൽക്കുന്നവനൊക്കെ വിചാരിക്കും ഇത് സ്ഥിരപ്പെട്ടതാണ്. കണ്ടോ? അപ്പോ സാധാരണക്കാർ വായിക്കുന്ന പുസ്തകങ്ങളിലോ സാധാരണക്കാർക്ക് മുമ്പിൽ നടത്തുന്ന വയലിലോ ഖുത്ബയിലോ പ്രസംഗത്തിലോ ഒന്നും ഈ ഖായിദ അനുസരിച്ച് ലൈഫായ ഹദീസ് പറയാൻ പാടില്ല. എന്നാ അങ്ങനെയാണോ എന്നുള്ളത്? ആദം നബി അബദ്ധം പറ്റിയപ്പോ പിന്നെ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന കള്ളക്കഥ സാധാരണക്കാർ വായിക്കുന്ന പുസ്തകത്തിലുള്ളത്. അതുപോലെ ഒരുപാട് സംഗതികള്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ ഷർത്ത് അനുസരിച്ച് പാലിച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ അമലിന് ഉണ്ടാവില്ല ലൈഫായ ഹദീസ് കൊണ്ട്. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആരും അമൽ ചെയ്യാൻ പോണ്ട. ഉലമാക്കൾ പറഞ്ഞത് നിരുപാധികമല്ല, കർശനമായ ഉപാധികളോടെയാണ്. ആ ഉപാധികൾ ഇവിടെ പാലിക്കപ്പെടുകയാണെങ്കിൽ ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ഫലത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അടുത്ത ഖാഇദത്തു സാലിസ അന്ന അഹ്ലസ് സുന്ന വൽ ജമാഅ ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ ഖുർആനി അനിസ്സുന്ന. അതാണ് അടുത്തത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖുർആനിനെയും സുന്നത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് സ്വതന്ത്രമായി മനസ്സിലാക്കുകയില്ല. അപ്പൊ ഖുർആൻ മനസ്സിലാക്കുന്നത് ഹദീസിന്റെ വെളിച്ചത്തിലായിരിക്കും. അന്നൽ അഹ്ലസുന്ന വൽ ജമാഅ ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ ഖുർആനി അനിസ്സുന്ന. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖുർആനിനെ സ്വതന്ത്രമായി സുന്നത്തിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് സ്വതന്ത്രമായി മനസ്സിലാക്കൂല. ഇന്നുണ്ടല്ലോ ഹദീസ് നിഷേധികള്, അല്ലെ? ഖുർആൻ മാത്രം മതി, ഹദീസിന്റെ ഒരു കഷ്ണം പോലും ആവശ്യമല്ല എന്ന് വാദിച്ചുകൊണ്ട്
പലതരത്തിലുള്ള ഫിത്തനകളും ഒരുപാട് കാര്യങ്ങളെ അവർ നിഷേധിക്കുന്നുണ്ട്. അവരെ ബുദ്ധിക്ക് യോജിക്കാത്തതും അവരെ താല്പര്യത്തിന് നിരക്കാത്തതും ഒക്കെ കണ്ടാൽ അത് തള്ളിക്കളയാൻ അവർ പറയും ഇതൊക്കെ വാറോലയാണ്, ഇതൊക്കെ അബൂ ഹുറൈറ കമ്പനി കെട്ടിണ്ടാക്കിയതാണ്, ഇതൊക്കെ ജൂതന്മാരുണ്ടാക്കിയതാണ്, ആകെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് സഹീഹ് ബുഖാരി എന്നൊക്കെ പറയും. നഊദു ബില്ലാഹ്. തനിച്ച മുർത്തദ്ദായി പോകുന്ന വാദങ്ങളാണ് ഈ ചേകനൂരികൾക്കുള്ളത്. പക്ഷെ ഇന്നിപ്പോ ചേകനൂരിനെ ഒരു വലിയ പരിഷ്കർത്താവായും അതുപോലെ തന്നെ വലിയ നവോത്ഥാന നായകനായും ചിത്രീകരിച്ചുകൊണ്ട് മടവൂർ വിഭാഗം പുസ്തകം വരെ ഇറക്കി കഴിഞ്ഞു. വരപ്പ സെൽഫികള് ആലോചിങ്ങള്, നവോത്ഥാന നായകനാണ് അദ്ദേഹം പരിഷ്കർത്താവാണ് എന്ന് പച്ചക്ക് പറയാൻ മാത്രം അതപ്പതിച്ച ആളുകൾ ഇന്നുണ്ടായി. ഇന്ന് സെലഫികൾ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടായി. ഓരൊക്കെ ആ സെലഫികൾ. പിന്നെ എങ്ങനെ നമ്മൾ സെലഫി എന്ന് പറയും? അതുകൊണ്ടാണ് ഇനി നമ്മൾ അസരികൾ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. അസർ എന്ന് പറഞ്ഞ എന്താ? അസർ ഹദീസിനും അതുപോലെ സഹാബികളുടെ വാക്കുകൾക്കും ഒക്കെ പറയുന്ന പേരാണെന്ത്? അസർ. അപ്പോ അസരികൾ, അസരിയൂൻ എന്ന് നമ്മളെ പറ്റി പറഞ്ഞ സെലഫി എന്ന് പറയുന്നത്. കാരണം സെലഫി എല്ലാ ചപ്പും ചവറൊക്കെ കൂടെ സെലഫി. അപ്പോ മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കുന്നത് ഹദീസിന്റെ വെളിച്ചത്തിലായിരിക്കണം. കാരണം ഈ ഖുർആൻ ആകുന്ന ഉത്ബോധനത്തെ നിനക്ക് നാം ഇറക്കി തന്നത് ജനങ്ങൾക്കായി ഇറക്കപ്പെട്ടതിനെ നീ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചതാണ് അള്ളാഹു ബയാൻ ചെയ്യാൻ. ആ ബയാനാണെന്ത്? സുന്നത്ത്. ഇപ്പൊ അഖീമുസ് സ്വലാത്ത്, നിസ്കാരം നിർവഹിക്കണം, വർക്കഉ വസ്ജുദു, റുകൂഇന് സുജൂദ് ചെയ്യണം. എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഖുർആനിലുണ്ടോ? ഇല്ല. എങ്ങനെയാ തുടങ്ങേണ്ടത്? ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടത്? അതിന്റെ ഷർത്തുകൾ എന്താണ്? അതിൽ ചൊല്ലേണ്ടത് എന്താ? റുക്കൂ എങ്ങനെ, സുജൂദ്, ഒന്നും ഖുർആനിലില്ല. അതേസമയം നിസ്കാരം അല്ലാഹ് പഠിപ്പിച്ചതാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് എവിടെ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹയാണ്. ഖുർആനിന് പുറമെയും ലഭിക്കുക വഹി ഉണ്ടായിരുന്നു. അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആനും അതോടൊപ്പം അത് അത്ര തന്നെ വേറെയും വഹി ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയാണ് ലാ യുശികു റജുലുൻ ശബആന അലാ അരീകതിഹി, ഒരു കാലം വരാനിരിക്കുന്നു അന്ന് വയറ് നിറച്ച് തന്റെ അലങ്കൃത കട്ടിൽ സോഫയിലൊക്കെ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഒരുത്തം പറയും അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ മുറുകെ പിടിച്ചോളിയും. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ ഫഹില്ലു, അതിൽ ഹലാലായി കണ്ടതൊക്കെ നിങ്ങൾ ഹലാലാക്കിക്കോളൂ. വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹരിമുഹു, അതിൽ ഹറാമായി കണ്ടതൊക്കെ നിങ്ങൾ ഹറാമായിക്കോളൂ എന്ന് പറയുന്ന ഒരു കാലം വരും. അപ്പൊ സുഖലോലുപരായ ആളുകളാണ് ഹദീസുകളെ പലപ്പോഴും നിഷേധിക്കുക. കാരണം അവരുടെ സുഖലോലുപ ജീവിതത്തിന് പലപ്പോഴും ഹദീസ് തടസ്സാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ചില പൊതുവായ തത്വങ്ങളും സിദ്ധാന്തങ്ങളുമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ വളരെ പച്ചയായ വിശദീകരണം, ജീവിതസ്പർശിയായ വിവരണം നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് ശരിക്കും ഇങ്ങോട്ട് പറയുമ്പോ ജീവിതത്തെ അത് ബാധിക്കുക ചെയ്യും. അത് സ്വാഭാവികമായും പലർക്കും എതിർപ്പായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സുന്നത്തിന്റെ വെളിച്ചത്തിലല്ലാതെ ഖുർആൻ നമ്മൾ മനസ്സിലാക്കില്ല. 2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഇപ്പോ സൂറത്ത് തൗബയിലുണ്ട്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം 12 മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളാണ്. ഈ 4 പവിത്ര മാസം ഏതാന്ന് ഖുർആൻ മുഴുവൻ തെരഞ്ഞാലും നിങ്ങൾക്ക് കിട്ടൂല. പക്ഷെ അത് എവിടുന്ന് കിട്ടുക? ഹദീസിൽ നിന്ന് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ വ്യക്താക്കിയിട്ടുണ്ട്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടർച്ചയായ 3 മാസവും പിന്നെ റജബും. ഈ 4 പവിത്ര മാസം. റമളാനായി പെട്ടിട്ടില്ല. റമളാന് വേറെ പ്രത്യേകത ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് ഹദീസിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അതുപോലെ വേറെ കൂടി പറഞ്ഞുതരാ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവർ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വം. കണ്ടോ? അവർക്കാണ് നിർഭയത്വം, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബികൾക്ക് വിഷമമായി. റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിച്ചു, അയ്യുനാ ലാ യദ്ലിമു നഫ്സഹു യാ റസൂലല്ലാഹ്, എന്തെങ്കിലും ഒരു ലുൽമ്, ഒരു ക്രമക്കേട് തന്നോട് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ലുൽമിന്റെ പൊതുവായ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ച ലുൽമല്ല. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ലുൽമുണ്ട്. അതേതാ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അലീം, ശിർക്ക് വലിയ ലുൽമാണ്, ഗുരുതരമായ ലുൽമാണ് എന്ന്. ആ ലുൽമാണ്. അപ്പൊ വിശ്വാസത്തിൽ ലുൽമ കലർത്താതിരിക്കാന്ന്, ശിർക്ക് കലർത്താതിരിക്കാന്നാണ്. അപ്പൊ സഹാബികൾ നല്ല ഭാഷാ പണ്ഡിതന്മാരാ അല്ലേ, ആഴത്തിൽ അറിവുള്ളവരാണെന്ന് അവരെ പറ്റി ഇബ്നു മസ്ഊദ് വാക്കുണ്ട്. പക്ഷേ എന്നിട്ടും ആ ലുൽമോടുള്ള ഉദ്ദേശം അവർക്ക് മനസ്സിലായില്ല. കാരണം ഭാഷ മാത്രം അറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ഖുർആൻ വ്യാഖ്യാനിക്കാൻ പറ്റൂല.
ഈ പ്ലാസ്റ്റിക് കസേരക്കുള്ള കുഴപ്പമാണ്, അത് ഇരിക്കുമ്പോ അങ്ങനെയാണ്ട് വിരിഞ്ഞു പോവും. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. ആ ഇന്നിപ്പോ ചില ആളുകൾ പറയുന്നത് ഖുർആാനുണ്ട് എടുക്കുക, ഒരു ഡിക്ഷണറി എടുക്കുക, എന്നാലും നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളോട് അർത്ഥം പറയാം. എല്ലാരും മുഫസ്സിറാ, മനസ്സിലായില്ലേ? കുറച്ചു കാലം ഒന്ന് ഖുർആൻ പഠിക്കാൻ പോയാൽ മതി, എപ്പോ മുഫസ്സിറായി. എന്നിട്ട് ഓൻ വ്യാഖ്യാനിക്ക, ഞാനും മുഫസ്സിർ, നീയും മുഫസ്സിർ, എല്ലാരും മുഫസ്സിർ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന് സലഫികൾ ചില തത്വങ്ങൾ പറയാറുണ്ട്. മുൻഗാമികൾ മുതൽക്ക് പറഞ്ഞു തത്വ ഒന്ന്, ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ, ഖുർആൻ ചില ഭാഗത്ത് പറഞ്ഞത് മറ്റു ചില ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് വ്യാഖ്യാനിക്കണം. അതുപോലെ രണ്ടാമത്തേത് ഖുർആൻ തഫ്സീറുൽ ഖുർആൻ ബിസുന്ന, സുന്നത്തുകൊണ്ട് നബിയുടെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക. കാരണം നബിയാണ് ഖുർആന്റെ ആധികാരിക വ്യാഖ്യാതാവ്. പിന്നെ ഖുർആൻ ബി അഖ്വാലി സഹാബ, സഹാബത്തിന്റെ വാക്കുകൾ കൊണ്ട്, റസൂലിൽ നിന്ന് നേരിട്ട് ഖുർആൻ കേട്ടത് പ്രഥമ അഭിസംബോധിത സമൂഹാര സഹാബത്താണ്. അപ്പൊ അവർക്കാണ് ആയത്ത് ശരിക്കും മനസ്സിലാകുക. ഈ ആയത്ത് ഏതൊരു ഇസ്ലാമീയത്തിനെയാണ് സ്ഥാപിക്കുന്നത്, ഏതൊരു ജാഹിലിയത്തിനെയാണ് തള്ളിക്കളയുന്നത്, ഇതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ്, അതാർക്കാ മനസ്സിലാകുക? സഹാബത്തിനാ മനസ്സിലാക്കുക. സഹാബത്ത് അറിയാത്തത് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യം ചോദിച്ച് ഇതുപോലെ ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് തിരുത്തും. റസൂലിന്റെ കാലത്ത് തന്നെ ഖുർആൻ പൂർത്തിയായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ സഹാബത്തിന്റെ വ്യാഖ്യാനം, പിന്നെ സഹാബികളിൽ നിന്ന് തഫ്സീർ പഠിച്ചിട്ടുള്ള മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു പോലെയുള്ള മുതാബികളായ മുഫസ്സിറുകൾ എങ്ങനെ വ്യാഖ്യാനിച്ചു, ഇതാ നോക്കേണ്ടത്. അല്ല നമ്മൾ ഖുർആൻ എടുക്കുക, ഡിക്ഷണറിയിൽ എടുക്കുക, നമ്മളങ്ങ് അർത്ഥം പറയുക. അങ്ങനെ അർത്ഥം പറഞ്ഞതാണ് പല കക്ഷികൾക്കും പറ്റിയ പിഴവ്. ഷിയാക്കൾ മുതൽക്ക് ഖവാരിജ്, മുഅ്തസില, ഖദരിയ, ജബരിയ തുടങ്ങിയ പിഴച്ച കക്ഷികൾ, അഹ്ലുസുന്നത്ത് പഴച്ചുപോയ മുഴുവൻ കക്ഷികൾ എടുത്തു നോക്കിയാൽ അവർ ഖുർആനെ തന്നിഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിച്ചു. ഇവിടെയുള്ള ഖാദിയാനികളും ചേകനൂരികളും ഒക്കെ എന്താ ചെയ്യുന്നത്? ഖുർആൻ തന്നിഷ്ടത്തിനൊത്ത് വ്യാഖ്യാനിക്കാണ്. ഓരോരുത്തർക്കും ഇപ്പൊ ചേകനൂരികൾക്ക് ആദ്യം പറഞ്ഞത് പിന്നെ 5 വഖത്തുണ്ട്, പക്ഷെ തൊഴിലാളികളും മറ്റുമൊക്കെ സൗകര്യത്തിന് 3 നേരമായിട്ട് നിസ്കരിച്ചാൽ മതി. വഖത്തും നേരമൊക്കെ ഒന്ന് തന്നെ, പക്ഷെ 1 വഖത്ത് ഒന്ന് നേരെന്നും പറയും. അതൊരു ട്വിസ്റ്റാക്കല കേട്ടോ. 5 വഖത്ത് ഉണ്ട് അസിൽ തന്നെ, പക്ഷെ 3 നേരമായിട്ട് നിസ്കരിച്ചായ്മേ. ഓ, തൊഴിലാളികളെ അംഗീകരിക്കുന്ന ഒരാളെങ്കിലും വന്നല്ലോ, മൗലവിമാർക്ക് നിസ്കരിക്കല്ല, അവരുടെ പണിയൊന്നും നമുക്ക് പണിക്കുണ്ടേ എന്ന് കണ്ട് കുറെ തൊഴിലാളികളൊക്കെ കൂടി. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞ് നിസ്കാരം 3 ഉള്ളൂ. എന്റെ ഖുർആൻ ഗവേഷണം പുരോഗമിച്ചപ്പോ മനസ്സിലായത് അസിൽ തന്നെ 3 ഉള്ളൂ. പക്ഷെ മൂപ്പര് മരിക്കണീന് മുമ്പ് ഗ്രാമർ മൗലാന എന്നറിയപ്പെടുന്ന ഒരു മയമാലി മാഷ് ഉണ്ടായിരുന്നു, പെരിന്തൽമണ്ണ മണ്ണാർക്കാട്ട് പോകുമ്പോ നാട്ടിലിങ്ങ. അയാൾ പറഞ്ഞു നിസ്കാരം 2 നേരമുള്ളൂ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു പിന്നെ കൊല്ലത്തേറിന് ഒരു യൂസുഫോ മുഫ്തി എന്തോ ഒരു ചങ്ങായി ഉണ്ട്, അയാൾ എഴുതി നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേക കവാത്തൊന്നുമില്ല, അതിനു വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ പള്ളീന്റെ ആവശ്യമല്ല, അത് നമ്മൾ അള്ളാനെ ഓർക്കണം. അത്തമി സ്വലാത്തലി ദിക്രി, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാനെ ഓർക്കാനാണ്. അപ്പൊ ഡ്രൈവർ ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോ അല്ലാന്ന വളവിലെത്തുമ്പോ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരം കഴിഞ്ഞ്, ചായക്കാരൻ ചായ വാരുമ്പോ റബ്ബേ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരം കഴിഞ്ഞ്, കൈക്കോട്ടെത്തണം കൊത്തുമ്പോ അടച്ചവനെ എന്ന് പറഞ്ഞ ഒറ്റ ഒത്തുത്തിയ ഓന്റെ നിസ്കാരം കഴിഞ്ഞ്. അപ്പൊ അള്ളാനടക്കം ഇങ്ങനെ ഓർത്താ മതി എന്ന് വന്നു. ഇപ്പൊ നിസ്കാരം എന്ന സാധനം തന്നെയല്ല. കണ്ടകൾ, അതാണ് ഗവേഷണം. അപ്പൊ ഖുർആൻ ഓരോരുത്തരും തോന്നിയ മാതിരി വ്യാഖ്യാനിച്ചാൽ തല പോയ തെങ്ങുമ്പോ കയറിയ പോലെ ഉണ്ടാവും, ഒരടിസ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് സുന്നത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് സലഫികൾ എന്ത് ചെയ്യൂല, ഖുർആനെ മനസ്സിലാക്കൂല. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ഒരു അസ്ലാകുന്നു. അന്ന അഹ്ലു സുന്ന വൽ ജമാഅ ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ ഖുർആനി അനിസ്സുന്ന. അത് കുറെ വിശദീകരിക്കേണ്ടതുണ്ട്, പിന്നെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തെ അവസാനിപ്പിക്കുകയാണ്. 4ാമത്തെ ഖായിദ, അന്നഹും ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ കിതാബി വസ്സുന്ന അൻ ഫഹ്മിസ് സലഫിസ് സാലിഹ്. അന്നഹും ലാ യസ്തഖില്ലൂന ബിഫഹ്മിൽ കിതാബി വസ്സുന്ന, കിതാബും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ അവർ സ്വാതന്ത്ര്യം കാണിക്കൂല, സ്വതന്ത്രമായി മനസ്സിലാക്കൂല. അൻ ഫഹ്മി സലഫിസ് സാലിഹ്, അൻ ഫഹ്മി അസ്സലഫിസ് സാലിഹ്, സലഫുസ് സാലിഹുകളുടെ ഫഹ്മിനെ വിട്ട് സ്വതന്ത്രമായി മനസ്സിലാക്കൂല. സലഫുസ് സാലിഹുകൾ ആരാ? സഹാബികള്, താബികള്, അല്ലേ? അവരെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ ഖുർആനെ മനസ്സിലാക്കും. അതൊന്നും നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ്
സലഫുകളുടെ ഫഹ്മിനെ അവരൊരിക്കലും ഒഴിവാക്കൂല. സലഫുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത് സഹാബത്ത് തന്നെയല്ലേ. സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്ന് സൂറത്തിന്റെ നിസാ 115 അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ആരെങ്കിലും റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചാൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഇന്നതാണെന്ന് അയാൾക്ക് വ്യക്തമായ ശേഷം, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തൊരു മാർഗം അയാൾ പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ലാ, അയാൾ തിരിഞ്ഞിടത്തേക്ക് നമ്മൾ അയാളെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നം, അയാളെ നരകത്തിൽ കടത്തുകയും ചെയ്യും. വസാഅത്ത് മസീറ, അത് എത്ര മോശമായ പതനസ്ഥാനം. ഇവിടെ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ആ ആയത്തിറങ്ങുന്ന കാലത്തുള്ള മുഅ്മിനീങ്ങൾ ആരാ? സഹാബത്തുൽ കിറാം റളിയല്ലാഹു അലൈഹിം അജ്മഈൻ, അവരല്ലേ. അപ്പൊ അവരെ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. മാത്രമല്ല സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിറുകളും അൻസാറുകളിൽ നിന്നും ആദ്യം ഇസ്ലാമിൽ കടന്നു വന്നവർ, സുഹൃതം പ്രവർത്തിച്ചുകൊണ്ട് അവരെ പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഏത് സഹാബിന്റെ പേര് കേട്ടാൽ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹു, അള്ളാഹ് കൊടുത്ത സർട്ടിഫിക്കറ്റ്. അത് എന്താ അതിന്റെ അർത്ഥം? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? അള്ളാന്റെ പൊരുത്ത് അവർക്ക് കിട്ടി, മനസ്സിലായില്ലേ? സ്വർഗം കിട്ടാവുന്നതുപോലെ. വഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ അള്ളാഹ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതത്രേ മഹത്തായ വിജയം. സൂറത്ത് തൗബ 100-ാമത്തെ ആയത്ത്, ഓർക്കാൻ എളുപ്പ, 9-100, മനസ്സിലായില്ലേ? അപ്പൊ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ വിഭാഗമാണ് സഹാബത്ത്. അപ്പൊ അവര് മനസ്സിലാക്കിയത് പോലെയാണ് നമ്മൾ ദീൻ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റ് ഖുർആന്റെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അഹ്ലി കിതാബിനെ പറ്റി, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, സഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗം പ്രാപിച്ചു. അപ്പൊ ഈ വിശ്വാസം ഇതുപോലെ ആയിരിക്കണം, സഹാബികൾ വിശ്വസിച്ചതുപോലെ ആയിരിക്കണം. പിന്നെ നിങ്ങൾ നോക്ക്, 73 വിഭാഗമായി എന്റെ ഉമ്മത്ത് ഭാവിയിൽ വ്യതിചലിച്ചു പോകും, വേർപിരിഞ്ഞു പോകും. അതിൽ 72 നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. സ്വർഗത്തിൽ പോകുന്ന ആ ഒരു വിഭാഗം ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. അവർ റസൂൽ സഹാബികൾ പറഞ്ഞില്ലേ, ഞാനും എന്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ ഖിയാമം വരെ നിലകൊള്ളുന്നവർ, അതാണ് അഹ്ലുസ്സുന്ന വൽ ജമാഅ. മാ അന അലൈഹി, ഞാൻ ഏതൊരു നിലപാടിലാണോ അതാണ് അസ്സുന്ന, വഅസ്ഹാബി, അതാണ് അൽ ജമാഅ. കണ്ടില്ലേ? അപ്പൊ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം എന്ന് പറഞ്ഞ സഹാബത്താണ്. അപ്പൊ സഹാബികൾ എങ്ങനെ ദീൻ മനസ്സിലാക്കിയത്? അതുപോലെ മനസ്സിലാക്കണം. പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കു ശേഷം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. പിന്നെ വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന, സന്മാർഗനിഷ്ഠരായ എന്റെ ഖുലഫാകളുടെ, എന്റെ പിൻഗാമികളെ ചര്യ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൾ കൊണ്ട് അതിനെ കടിച്ചു പിടിക്കണം. വയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി കടത്തിക്കൊട്ടപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താകുന്നു. ഇത് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലും വ്യക്തത ഹദീസ് സ്വഹിയായ ഹദീസാണ്. ഇമാം അഹ്മദ്, അബൂദാവൂദ് 4607, അലൈക്കും ബി സുന്നത്തി. ചില ആളുകൾക്ക് അത് ലഈഫ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിൽസിലത്തു സഹീഹ 937 നോക്കുക. സിൽസിലത്ത് അസ്സഹിയ ഷെയ്ഖ് അൽബാനിയുടെ സ്വഹിയായ ഹദീസുകൾ സമാഹാരം 937 നമ്പർ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ദീൻ മനസ്സിലാക്കുന്നത് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം. സ്വന്തം വ്യാഖ്യാനം പാടില്ല. അത് സലഫുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ശരിക്കും ഉൾക്കൊള്ളുകയും അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കിതാബും സുന്നത്തും മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൂടി പറയണം? അലാ മൻഹജി സലഫിസ് സാലിഹ് എന്നുകൂടി പറയണം. മനസ്സിലായില്ലേ? ഇതോ അലാ മൻഹജി സലഫിസ് സാലിഹ് എന്നുകൂടി പറയുമ്പോഴേ അതെന്താകുള്ളൂ, പൂർത്തിയാകുള്ളൂ. അപ്പൊ നമ്മള് സഹാബികളെ
പല ആക്ഷേപങ്ങൾ അങ്ങനെയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയും, സലഫിയ എന്ന് പറയും. പക്ഷേ സഹാബത്തിനെ തള്ളി പറയുന്നവരാണ്. ആരും സഹാബത്തിനെ തള്ളി പറഞ്ഞിട്ടില്ല. സഹാബത്ത് ഇല്ലെങ്കിൽ ദീൻ ഇവിടെ എത്തുവോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്തിനാണ് ദീന് കിട്ടിയത്, അല്ലേ? ആ ദീനാണ് താബിങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത്. അപ്പോ ഇന്നിപ്പോ ഈ കാലഘട്ടത്തില് പുതിയ പുതിയ കക്ഷികളും പാർട്ടികളൊക്കെ വന്നിട്ട് സലഫുകളിൽ നിന്നും അവരെ വേർപെടുത്തി സലഫുകളുമായുള്ള ബന്ധം തന്നെ വേർപെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ഒക്കെ സിറാത്തുൽ മുസ്തഖീം എന്ന് ജനങ്ങളെ തെറ്റിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ നല്ലോണം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സഹാബികൾക്ക് കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം, സഹാബികളുടെ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അത് നമ്മൾ ശരിക്ക് ചിന്തിക്കണം. പിന്നെ ഒരാൾക്ക് ഈ കാലഘട്ടത്തിൽ സലഫുകളുടെ യാതൊരു വാക്കും സ്വീകരിക്കാതെ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റൂല. പല അബദ്ധങ്ങളും വരും. അപ്പൊ അബദ്ധങ്ങളിൽ നിന്ന് മുക്തമാകാനാണ് നമ്മൾ എന്ത് പറയുന്നത്? സലഫുകളുടെ മാർഗത്തിലേക്ക് മടങ്ങണം, സലഫുകൾ ദീന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഖായിദ. സമയം കുറവായതുകൊണ്ട് ഈ പുസ്തകങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന പുസ്തകമാണ്. അന്നഹും അവ്വലുമാ യദ്ഊന ഇല തൗഹീദ്. അഞ്ചാമത്തെ ഖായിദ അന്നഹും എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅ അവ്വലുമാ യദ്ഊന ഇല തൗഹീദ്. ആദ്യമായി ക്ഷണിക്കുന്നത് തൗഹീദിലേക്കായിരിക്കും. പിന്നെ ഫലാ തൻജഹു ദഅവതുൻ, ഫലാ തൻജഹു, നജഹ യൻജഹു വിജയിക്ക, ദഅവതുൻ വലാ തസ്ലുഹു ഇബാദത്തുൻ, വലാ തസ്ലുഹു ഇബാദത്തുൻ ഇല്ലാ ബിഹി. ഒരു ദഅവത്തും വിജയിക്കുകയില്ല, ഒരു ഇബാദത്തും ശരിയാവുകയില്ല, ഇല്ലാ ബിഹി ഐ ഇല്ലാ ബി തൗഹീദ്. തൗഹീദ് ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, നോമ്പ് ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. മനസ്സിലായില്ലേ? തൗഹീദാണ് അടിസ്ഥാനം. ലോകത്ത് വന്നു പോയിട്ടുള്ള നബിമാരൊക്കെയും അവർ ദഅവത്തിൽ പ്രഥമവും പ്രധാനവുമായി പറഞ്ഞ വിഷയത തൗഹീദാണ്. സൂറത്ത് അംബിയയിലെ 25-ാമത്തെ ആയത്ത് നമ്മൾ സാധാരണ മനപ്പാടാക്കേണ്ട ആയത്താണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ, നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് നാം വഹ്യ് നൽകാതെ. എന്താ വഹ്യ് നൽകിയത്? അന്നഹു, കാര്യം അത്, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനില്ല, ഫഅബുദൂനി, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കണം. ഇത് വഹ്യ് കൊടുക്കാത്ത ഒരൊറ്റ നബിയും ഒരു നാട്ടിലും ഒരു കാലത്തും വന്നിട്ടില്ല. ഖുർആനിൽ എത്ര നബിമാരെ പേരാ പറഞ്ഞിട്ടുള്ളത്? 25. 25 ഉള്ളോ? അല്ല, 1.25 ലക്ഷത്തോളം എന്നൊരു റിവായത്തിലുണ്ട്. എന്തായാലും ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നബിമാര് വന്നു പോയിട്ടുണ്ട്. വിവിധ ഭാഷക്കാരും വിവിധ ദേശക്കാരുമായ ആളുകൾ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ആ നബിമാരൊക്കെയും ഏത് നാട്ടിൽ വന്നാലും ഏത് കാലത്ത് വന്നാലും അവരെ പ്രബോധനത്തിന്റെ ആണിക്കല്ലായി കേന്ദ്ര ബിന്ദുവായി സ്വീകരിച്ചത് തൗഹീദായിരുന്നു. മനസ്സിലായില്ലേ? ആ വിഷയത്തിൽ അമ്പിയാക്കൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എടുക്കണം. യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ഇലാഹുമില്ല. മാത്രമല്ല അവർ പഠിപ്പിച്ചൊരു തത്വമാണ് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. സൂറത്ത് അൻആം 88. അവരാരെങ്കിലും ശിർക്ക് വെച്ചിരുന്നുവെങ്കിൽ അവരെ പ്രവർത്തനങ്ങളൊക്കെ പൊളിഞ്ഞു പോകുമായിരുന്നു. അതുപോലെ റസൂലുള്ളാഹിനോട് പറഞ്ഞ ഇന്ന അശ്റക്ത ലയഹ്ബതന്ന അമലുക, പലപ്പോഴും തൗഹീദ് പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളതാണ്. നീ ശിർക്ക് വെച്ചാൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും, നീ നഷ്ടപ്പെടൽപ്പെട്ടു പോകും. സുമർ 65. അപ്പൊ ആ നബിമാരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. 18ഓളം പ്രവാചകന്മാരെ ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ട് ഖുർആൻ പറയാണ് ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്, ഇവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത്, അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റുക. അൻആം 90. അപ്പൊ പ്രബോധനത്തിൽ നമ്മൾ സലഫികൾ എക്കാലത്തും മാതൃകയാക്കുന്ന ആരെയാണ്? നബിമാരെയാണ്. നബിമാരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലിക്ക് ഒരു പുസ്തകമുണ്ട്, മൻഹജുൽ അംബിയ ഫി ദഅവതി ഇലല്ലാഹ്. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുഹൈർ ചുങ്കത്തര എന്തോന്നുണ്ട് പരിഭാഷപ്പെടുത്തിയത്, മൻഹജുൽ അംബിയ ഫി ദഅവതി ഇലല്ലാഹ്. അപ്പൊ അത് നമ്മൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നബിമാരുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു? നബിമാര് വന്ന നാട്ടിൽ ഒരുപാട് ജീർണതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ജീർണതകളൊന്നുമല്ല ആദ്യം എടുത്തു പറഞ്ഞത്
വിശ്വാസരംഗത്തുള്ള ശിർക്കും കുഫറുമാകുന്ന ജീർണതയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സഹാബികളെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ യമൻ ഭാഗത്തേക്ക് ദഅവത്തിന് അള്ളാന്റെ റസൂല് അവിടുത്തെ ഗവർണറും ഖാലിയൊക്കെ ആയിട്ട് നിയമിക്കുകയാണ്. വലിയ അറിവുള്ള ആളാണ്, ഒക്കെ മൂപ്പർക്ക് അറിയാന്നുള്ള ആൾക്ക് നബി വിട്ടില്ല. പ്രബോധനത്തിന്റെ മുൻഗണനാക്രമം പഠിപ്പിച്ചു കൊടുത്തു. അത് ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ബുഖാരി 1389, മുസ്ലിം 19ാമത്തെ ഹദീസ്. ഇത് സ്വഹീഹ് മുത്തഫഖുൻ അലൈഹി ഹദീസ. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ആളുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് മുആദേ താങ്കൾ പോകുന്നത്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. താങ്കൾ അവരെ അവ്വല മാ തദ്ഉഹും ഇലൈഹി, ഒന്നാമതായി ക്ഷണിക്കേണ്ടത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഷഹാദത്തിലേക്കാണ്. കണ്ടോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു അറേബ്യയിലെ സ്ഥിതി എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെ മദ്യമുണ്ട്, വ്യഭിചാരമുണ്ട്, അല്ലേ? വേശ്യാലയം മക്കത്ത് ഉടനീളം ഉണ്ടായിരുന്നു. ഇവിടെ വേശ്യ ഉണ്ടെന്ന് അറിയിക്കാൻ വീട്ടിന് ഒരു കൊടി ഉണ്ടാവുന്ന. വേശ്യപ്പെണ്ണ് ഗർഭിണിയായാൽ, അവളിൽ കുട്ടി ജനിച്ചാൽ ആരൊക്കെ അവളെ സമീപിച്ച് അവരെല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് അവരെ കാൽപാദവും കുട്ടിന്റെ കാൽപാദവും നോക്കിയിട്ട് ധാര കുട്ടിയാന്ന് തീരുമാനിച്ചിട്ട് ഓനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അത് അവിടുത്തെ അംഗീകൃത സമ്പ്രദായമായിരുന്നു. നഊദു ബില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ വ്യഭിചാരം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. മദ്യത്തിന് എല്ലാ വർണ്ണിച്ചു പാടിയിട്ട് 150 പര്യായങ്ങൾ ഉണ്ടായിരുന്നു എന്നാ. മരിച്ചാൽ പോലും മുന്തിരിവള്ളിന്റെ ചോട്ടിൽ മറവി എന്ന് വസിയത്ത് ചെയ്തിരുന്നു എന്നാ. അയാൾ പിന്നെ മുസ്ലിമായ സഹാബിയായിരുന്നു കേട്ടോ, അയാൾ ആക്ഷേപിക്കരുത്. പക്ഷെ അയാൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം മദ്യാസക്തി ഉണ്ടായിരുന്ന സമൂഹത്തെ മാറ്റിയെടുത്ത് മദ്യം വിരോധിച്ച സമയത്ത് വായിൽ കൈയിട്ട് ഛർദിച്ച്, അല്ലേ, ഗ്യാലൻ കണക്കിന് മദ്യം അവിടെ മദീനത്ത് ഒഴുക്കി. ഞങ്ങൾ ഇനി തൊടുക്കൂല. ആ മദ്യം ഒലിച്ചു പോയ സ്ഥലത്ത് പുല്ല് മുളച്ചിട്ട് അത് തിന്ന പശുവിന്റെ പാല് കുടിക്കാൻ പറ്റുമെന്ന് വരെ അവർക്ക് സംശയമായി. മദ്യം ഒലിച്ചു പോയ സ്ഥലത്ത് മുളച്ച പുല്ല് തിന്ന പശുവിന്റെ പാല്, എന്ത് ബന്ധാണ് ചോക്കി. അത്ര ബേജാറായി പോയി. മനസ്സിലായില്ലേ? അപ്പൊ ആ തരത്തിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാക്കിയത് ആദ്യം വിശ്വാസ സംസ്കരണം, പിന്നെയാണ് അതിന്റെ ശേഷമുള്ള മറ്റ് കാര്യങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. മാത്രല്ല അവസാന സമയത്തും ആയിഷ ബീവിന്റെ വിരുമാറിൽ തലവെച്ചുകൊണ്ട് റസൂൽ പറഞ്ഞ വാക്കെന്താ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അല്ലേ? അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മരിക്കാൻ നേരത്തെ എതിരാളികളെ പ്രാഗി പറഞ്ഞ് മനസ്സമാധാനം കൊള്ളാനാ? സുബ്ഹാനല്ലാഹ്, റസൂൽ അങ്ങനെ ചെയ്യോ? ശപിക്കുന്ന ആളാണോ? അല്ല. പിന്നെന്തിനാ? യുഹദ്ദിറു മാ സനഉ, അവരെ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് തന്റെ ഉമ്മത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. കണ്ടോ, നബിയുടെ ഉമ്മത്തിന് മുന്നറിയിപ്പാണത്. തന്റെ ഖബറിനെ ആളുകൾ ആരാധനാ കേന്ദ്രമാക്കി കളയും എന്ന പേടി. ആയിഷ ബീബി പറയാണ്, ആ പേടിയുള്ളത് കൊണ്ടാണ് വെളിയിൽ എവിടെയും ആക്കാതെ ആയിഷ ബീബിന്റെ പ്രൈവറ്റ് റൂമിൽ തന്നെ റസൂലുള്ളാഹിനെ മറവ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, എവിടെ മരിച്ചോ അവിടെ മറവ് ചെയ്യുക. ഈ 2 കാരണം ഉണ്ട് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. റസൂൽ വഫാത്തായിട്ട് 48 കൊല്ലം കഴിഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. അവർ പറഞ്ഞെന്താ അറിയോ? ഗൈറ അന്നി അഖ്ശാൻ യുത്തഖദ മസ്ജിദ, ഇന്നും എനിക്ക് പേടിയുണ്ട്, ഇപ്പോഴും പേടിയുണ്ട്, റസൂലുള്ളാഹിന്റെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കി കളയുമോ. ഓക്കെ, ഇന്ന് നിങ്ങൾ എന്താ അവസ്ഥ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹിന്റെ ഒന്ന് കാണണം, റസൂലുള്ളാഹിന്റെ ഖബറൊന്ന് മുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോവുക, അല്ലേ? റൗള ഷരീഫ് കാണാൻ കരിഞ്ഞിടണെന്ന് പറഞ്ഞിട്ട് ഹജ്ജിന് പോണത്, അല്ലേ? അപ്പൊ ആ അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പോയി. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് അത്ര ഗൗരവത്തിൽ തുടക്കവും തൗഹീദിൽ നിന്ന് ഒടുക്കവും തൗഹീദിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രബോധനത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കണം, തൗഹീദിനായിരിക്കണം പ്രാധാന്യം. അത് ഒരു കാലത്തും ദായിമാര് മറന്നു പോകാൻ പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാഹുൽ അഖീദ, അഖീദ ശരിയാക്കാൻ. മക്കയിലെ 13 കൊല്ലം അള്ളാഹുവിന്റെ റസൂല് പരിശ്രമിച്ചത് ഏത് കാര്യത്തിനായിരുന്നു? അഖീദ ശരിയാക്കാനാണ്. അതുകൊണ്ടാണ് കള്ള് വിരോധിച്ചപ്പോഴൊക്കെ ആരും സമരം ചെയ്യാൻ വരാന്ന്. അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞു, അല്ലേ? ഞങ്ങൾ വാങ്ങിവെച്ച കള്ള് വിറ്റ് തീരുവോളെങ്കിലും ഈ നിരോധനം ഒന്ന് മരവിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും റസൂലുള്ളാഹിന്റെ വീട്ടിക്ക് മാറി ചേർത്തിയോ? ഇല്ല. റസൂൽ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് കള്ള് ഷാപ്പുകൾ സീൽ ചെയ്ത് ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടാണോ കള്ള് മദ്യനിരോധനം നടപ്പിലാക്കി? അല്ല.
അതാണ് മനസ്സിൽ അവർക്ക് മാറ്റം ഉണ്ടായത്. ആദ്യം അവരെ മനസ്സുകളെ അള്ളാഹു മാറ്റി. കാരണം അവർക്ക് അഖീദയിലുള്ള കുഴപ്പങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. മനസ്സിലായില്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തുടങ്ങേണ്ടത് അവിടുന്നാണ്. ഇപ്പൊ പല ആളുകൾ ഇപ്പതും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഈ അതൊന്നല്ല പറയേണ്ടത്. ശ്മശാന വിപ്ലവം എന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തനത്തെ പരിഹസിച്ചുവിടെ. അള്ളാന്റെ റസൂൽ ശ്മശാന വിപ്ലവം തന്നെയാണ് നടത്തിയത്. മക്ക വിജയിച്ചിട്ട് ആദ്യം ചെയ്ത പണി എന്താ? അലി ബിൻ അബി താലിബിനെ വിളിച്ചിട്ട് പറയാണ്, അല്ലാത്തമസ്തഹു, ഒരൊറ്റ ബിംബവും തകർക്കാതെ വിടരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഒരൊറ്റ ഖബറും ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിടരുത്. കാരണം ബിംബവും ഖബറും അവിടെ ആരാധിക്കപ്പെട്ടുന്ന അവരൊക്കെ മുസ്ലിമായി കഴിഞ്ഞു. ഈ അതിന്റെ ചിഹ്നം അവിടെ അവശേഷിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത്, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് പരസ്യമായിട്ട് ശിർക്ക് അനുവദിക്കൂല, ബിംബങ്ങൾ അനുവദിക്കൂല. അപ്പൊ എന്നാ സ്വാതന്ത്ര്യമല്ലേ? സ്വാതന്ത്ര്യന്റെ ഓന്റെ റൂമിൽ വെച്ച് ആരാധിച്ചോട്ടെ, പരസ്യമായിട്ട് ആരാധിക്കാൻ അനുവദിക്കൂല. അത് തൗഹീദിന്റെ രാഷ്ട്രം അനുവദിക്കൂല. ഇപ്പൊ താലിബാൻകാർ പണ്ട് പ്രതിമ തകർക്കുന്നു പറഞ്ഞിട്ട് ഇവിടെയൊക്കെ പല ആളുകളും ശബാബിൽ എമ്മൈത്തങ്ങൾ വരെ എഴുതി. ഒന്നും അറിഞ്ഞൂടാ തൗഹീദ് എന്താ വലാബറ എന്താന്ന് അറിയണ്ടേ? താലിബാൻകാർ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞിട്ട് ഇസ്ലാം അങ്ങനെയൊന്നും പറയണില്ല എന്നും പറഞ്ഞിട്ടൊക്കെയാണ് അവർ പറഞ്ഞു. താലിബാൻകാർ ഭരണം പിടിച്ച രീതിയും മറ്റൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം, വലിയ ഭീകരപ്രവർത്തനം നടത്തിയിട്ടും അട്ടിമറിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുമ്പോൾ പരസ്യമായി ആരാധിക്കപ്പെടുന്ന ബിംബങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു തത്വമാണ്. അതുകൊണ്ട് പല ആളുകൾ ഈ ഹദീസ് പറയുമ്പോൾ തിംസാലൻ ഇല്ലാത്ത അവസ്ഥ മിണുങ്ങല. എന്തിനാ മിണുങ്ങണ്? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതു പറഞ്ഞ പോലെ തന്നെ തിംസാലിന്റെ പണിയും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നബി ശ്മശാന വിപ്ലവം തന്നെയാ നടത്തിയത്, അല്ലെ? 25 കൊല്ലം കഴിഞ്ഞിട്ട് അലി ബിൻ അബി താലിബിന് ഭരണം കിട്ടിയപ്പോഴും അള്ളാന്റെ റസൂൽ എന്നെ നിയോഗിച്ച കാര്യത്തിൽ ഞാൻ നിന്നെ നിയോഗിക്കട്ടെ എന്നാണ് അബുൽ ഹയ്യാജ് എന്ന് പറയുന്ന തന്റെ സർവ്വ സൈന്യാധിപനെ വിളിച്ചിട്ട് അലി ബിൻ അബി താലിബ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എത്ര മെഡിക്കൽ കോളേജും എത്ര എഞ്ചിനീയറിംഗ് കോളേജും നമുക്ക് ഉണ്ടായിട്ടും കാര്യമല്ല. ഈ ജാറത്തുമെന്ന് വേറിടാതെ ജാറ കമ്മിറ്റിക്കാരതൊക്കെ നടത്തണത് അല്ലെ? കോളേജ് വലിയ മർക്കസിന് ആരാ? ഈക്കക്കാര്, പച്ച ഖുറാഫികള്. ഈ ജാറത്തിന്റെ പൈസയും കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് പട്ടിക്കാട്. എന്താ കാര്യം? ജാറത്ത് പോണ എഞ്ചിനീയറും ജാറത്ത് പോണ ഡോക്ടറും ഇവിടെ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് ഉണ്ടാവുമോ? ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ കുറെ മെഡിക്കൽ കോളേജും കുറെ MLA യും കുറെ MP യും കുറെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടലല്ല. തൗഹീദാണ് ഇജ്ജത്ത്. തൗഹീദ് ഇല്ല, ഇജ്ജത്തില്ല. മുസ്ലിം ഉമ്മത്തിന് പള്ളികളെക്കാൾ ഏറെ ആളുകൾ ആദരിക്കുന്നത് മക്കാമുകളും ദർഗകളെയാണ്, അല്ലേ? പടച്ചോനെ പേടിക്കണേക്കാൾ ഔലിയാക്കന്മാരെ പേടിക്കണത്. പിന്നെ എങ്ങനെ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാകും? നമുക്ക് ഇജ്ജത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം വളരെ ശക്തമായി തന്നെ ദഅവത്തിൽ നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനൊട്ടും നമ്മൾ പിറകോട്ട് പോകാൻ പാടില്ല. ഇനി അൽ ഖാഇദത്തു സാദിസ, ആറാമത്തെ തത്വം എഴുതിക്കോളൂ. അന്നഹും യബ്ദഊന ദഅവതഹും ബിമാ ബദഅ അല്ലാഹു ബിഹി വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താർത്ഥം? അവർ അവരെ ദഅവത്ത് ആരംഭിക്കും അള്ളാഹും അവന്റെ റസൂലും ഏതൊന്നുകൊണ്ട് തുടങ്ങിയോ അതുകൊണ്ട് തുടങ്ങും. ബാക്കി ഫയുഖദ്ദിമൂന മാ ഖദ്ദമഹുല്ലാഹു വറസൂലുഹു. ഫയുഖദ്ദിമൂന മാ ഖദ്ദമഹുല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു റസൂലും ഏതൊന്നിനും മുൻഗണന കൽപ്പിച്ചോ മുൻതൂക്കം കൽപ്പിച്ചോ അതിനവരും മുന്തിക്കും. ബാക്കി വയുഅഖിറൂന മാ അഖറഹുല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹും റസൂലും ഏതൊന്നിനെ പിന്തിച്ചുവോ അതിനെ അവരും പിന്തിക്കും. വബിഹാദാ യുംകിനു തഹ്സീലുൽ മസാലിഹി വദർഉൽ മഫാസിദി. ഇതുകൊണ്ടാണ് എല്ലാ പൊതു നന്മകളും കൈവരിക്കാൻ സാധിക്കുന്നത്, എല്ലാ ഫിത്നകളും തടയാനും സാധിക്കുന്നത്.
ഇപ്പൊ ദഅവത്തിന്റെ മുൻഗണനാക്രമം മാറ്റം എന്താണ്? പൊതുനന്മ പറഞ്ഞിട്ടാ അല്ലേ? സംഗതിയൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, നബിമാരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ വേണ്ടത്? ഈ കാലഘട്ടത്തിൽ നമ്മൾ വേണ്ടത് പിന്നെ നമ്മൾ പൊതു നന്മയാണ് മുൻഗണന കൽപ്പിക്കേണ്ടത്. പക്ഷേ അള്ളാഹും റസൂലും മുൻഗണന കൽപ്പിച്ചതിന് മുൻഗണന കൽപ്പിക്കുക, അവര് മുന്നിൽ പറഞ്ഞതിന് മുന്നിൽ പറയാ, അവർ പിന്നെ പറഞ്ഞ് പിന്നെ പറയാ. ആ ദഅവത്തിന്റെ ക്രമം, മുൻഗണനാക്രമം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ഘട്ടം ഘട്ടമായിരുന്നു. ആദ്യം തന്നെ ജാഹിലിയത്തിൽ വ്യാപകമായ മദ്യവും ചൂതാട്ടവും പലിശയും വ്യഭിചാരവും ഒന്നും റസൂൽ വിമർശിച്ചില്ല. 13 കൊല്ലം വിശ്വാസ സംസ്കരണം. അത് കഴിഞ്ഞ് മദീനയിൽ എത്തിയിട്ടാണ് ഇസ്ലാമിന്റെ വിശദമായ ശരീഅത്ത് നിയമങ്ങള്, കുടുംബ നിയമങ്ങള്, കച്ചവടം, നിക്കാഹ്, തലാഖ്, ഒരുപാട് കാര്യങ്ങൾ പിന്നെ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകമുണ്ട്, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദ. ആദ്യമായി ഖുർആനിൽ ഇറങ്ങിയത് ലാ തശ്റബുൽ ഖംറ, ഞങ്ങൾ കള്ളു കുടിക്കരുത് എന്നായിരുന്നെങ്കിൽ അവർ ഒപ്പം തന്നെ പറയേ കള്ള് ഞങ്ങൾ ഒരിക്കലും ഒഴിവാക്കൂല. വലൗ നസല ലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യം ഇറങ്ങിയിരുന്നെങ്കിൽ ലഖാലു ലാ നദഉ സിന അബദ, ഞങ്ങൾ ഒരിക്കലും സിന ഒഴിവാക്കൂല എന്ന് പറയും, വ്യഭിചാരം ഒഴിവാക്കൂല. ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നി ലജാരിയത്തുൻ അല്ലബ ബലിസ്സാഅതു മൗഇദുഹും വസ്സാഅതു അദ്ആ വഅമർ. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പെൺകുട്ടിയായിരിക്കെ റസൂലുള്ളാഹിക്ക് മക്കത്തിറങ്ങിയ ആയത്താണ് അന്ത്യസമയം, അതാണ് അവർക്കുള്ള താക്കീത് ചെയ്യപ്പെട്ട സമയം എന്ന ആയത്തിറങ്ങിയത് അവിടെയാണ്. അപ്പൊ അതിലെ പോയിന്റ് എന്താ? കള്ളും വ്യഭിചാരവും ഒക്കെയാണ് ആദ്യം നിരോധിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ വിശ്വാസം മാറ്റിയെടുത്ത് അഖീദ ശരിപ്പെട്ടത് കൊണ്ട് അത് ഉൾക്കൊള്ളാൻ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം പറയേണ്ടത് നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ പറ്റി എന്ത് പറഞ്ഞു? ശാഖാപരവും നിസാരവുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ എന്താണ് ശുഗലാക്കാണ് അല്ലെ? ഇന്നിപ്പോ പല ആളുകളും പറയുന്നതാണ്, ഇതൊന്നും ഇപ്പൊ പറയേണ്ടതൊന്നല്ല തന്നെ. പല കാര്യങ്ങളും ദീനിയായ പല കാര്യങ്ങളും നമ്മൾ എടുത്തു പറയുമ്പോ പറഞ്ഞെന്താണ്, അതൊന്നും ഇപ്പൊ അങ്ങനെ പറയേണ്ടതില്ല, അതൊന്നും പറയേണ്ട, അതൊക്കെ ഇപ്പൊ എന്നെ അത്ര ഗൗരവമുള്ള കാര്യമൊന്നല്ല, അതൊക്കെ നിസാരമായ കാര്യമാണ്. ഈ നിസാരവും സാരവും തീരുമാനിക്കേണ്ടത് ആരാ? നമ്മളാണോ? അല്ല, ഒരിക്കലുമല്ല. നമ്മളല്ല തീരുമാനിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവും അവന്റെ റസൂലുമാണ് പറയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂല് എന്താണ് പറഞ്ഞത് അത് ചെയ്യാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. അല്ലാതെ പല ആളുകളും അങ്ങനെയാണ്, അത് നിസ്സാര കാര്യല്ലേ, അത് നിസ്സാര കാര്യല്ലേ, അത് നമ്മൾ ഇന്ന് അപ്പൊ പറയണ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മദ്യത്തിനെതിരെ, ചൂതാട്ടത്തിനെതിരെ, പലിശക്കെതിരെ ഒക്കെ പ്രതികരിക്കും, ക്യാമ്പയിൻ നടത്തും, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അമിതാവേശം കാണിക്കും. പക്ഷെ ശിർക്ക് വിദേഹത്തുകൾക്കെതിരെ മിണ്ടൂല. എക്സ്പ്രസ് ഹൈവേക്കെതിരെ മുഖാമുഖം വരെ നടത്താൻ തയ്യാറാ. കൊക്കക്കോളയിൽ എന്തൊക്കെ വിഷാംശമുണ്ട് എല്ലാവർക്കും എണ്ണി എണ്ണി പറയാൻ പറ്റും. പക്ഷേ നേർച്ചക്ക് ആശംസ, അയ്യപ്പന്മാർക്ക് ആശംസ ഒക്കെ ഇസ്ലാമിനെ സമഗ്രമായും സമ്പൂർണമായും ഉൾക്കൊണ്ട ആളുകളെ സ്ഥിതിയാപ്പത്. എന്നുവെച്ചാല് നമ്മളൊക്കെ ഇസ്ലാമിനെ കുറച്ച് മാത്രമേ ഉൾക്കൊണ്ടിട്ടുള്ളൂ, പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥയാണിത്. അപ്പൊ നമ്മൾ ഇസ്ലാമിനെ പൂർണ്ണമായി തന്നെ ഉൾക്കൊള്ളണം. സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ തുടങ്ങി അവിടുന്ന് നമ്മൾ തുടങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് മുൻഗണന കൽപ്പിച്ചു അതിന് നമ്മൾ മുൻഗണന കൽപ്പിക്കണം. അതാണ് യഥാർത്ഥത്തില് വേണ്ടത്. ഇപ്പോ ഒരാൾ ജാറത്തേക്ക് സിയാറത്തിന് പോവാ, സിയാറത്തിന് പോകുമ്പോ അയാൾ താടി കറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറയാണ്, നിങ്ങൾ ഈ താടി കറുപ്പിച്ചിട്ട് എന്നെ സിയാറത്തിന് പോണത് ശരിയില്ല കേട്ടോ, അത് വലിയ കുറ്റാണ് താടി കറുപ്പിക്കല്. ഇയാൾ പോണത് കൊടുക്ക? അതിനെപ്പറ്റി ഇവർക്ക് ആക്ഷേപമല്ല. താടി കറുപ്പിച്ചാണ് ഇവർക്ക് വലിയ പ്രശ്നം. താടി കറുപ്പിക്കുന്നത് തെറ്റായ കാര്യം തന്നെ. മൻ ഖല്ലബ ബിസ്സവാദ് സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ. ആരെങ്കിലും കറുപ്പുകൊണ്ട് ചായം കൊടുത്താൽ പരലോകത്തവന്റെ മുഖത്ത് അല്ലാഹു കറുപ്പിക്കും. അവസാന കാലത്ത് ചില ആളുകൾ വരും, ഒരു കറുപ്പുകൊണ്ട് ചായം കൊടുക്കും, അവർ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കൂല. താടി കറുപ്പിക്കാൻ ന്യായീകരിച്ച യൂസുഫ് അൽ ഖർലാവി എന്ന മുബ്തദിഅന് മറുപടി കൊടുത്തതാണ് ശൈഖ് നാസറുദ്ദീൻ അൽബാനി. 2 ഹദീസുണ്ട്. മനസ്സിലായില്ലേ? തനിച്ച മുബ്തദിഅയാള് ബിദ്അത്ത് വാദങ്ങൾ എത്രയാ കൊണ്ടുവന്നത്. അപ്പോ അയാൾ കൊടുത്ത മറുപടിയിൽ ഈ 2 ഹദീസ് ഉദ്ധരിച്ചു. അത് തെറ്റന്നെയാണ്. പക്ഷെ അതിനേക്കാളും വലിയ തെറ്റെന്ത് ജാറത്തേക്ക് പോകാനുള്ളത് അല്ലേ? മുറാദുകൾ ഹാസിലാകാൻ, പോയ ഭർത്താവിനെ തിരിച്ചു കിട്ടാൻ, കടം വീടാൻ, മാറാരോഗങ്ങൾ മാറിക്കിട്ടാൻ,
അതല്ലേ ഏറ്റവും ശിർക്കല്ലേ, തനിച്ച ശിർക്കല്ലേ അത്? അതിനെക്കുറിച്ചല്ലേ ആദ്യം പറയേണ്ടത്. അത് പറയാതെ പറയുന്നതിനെ പറ്റിയാ, താടി കറുപ്പിക്കുന്നതിനെ പറ്റിയാണ്. മനസ്സിലായില്ലേ? നേർച്ചപ്പൂരത്തിന് വരുന്നവരോട് നിങ്ങൾ ദിക്റല്ല കേട്ടോ, സലാത്തി അല്ല കേട്ടോ, നിസ്കരിക്കണം കേട്ടോ എന്നറിയും. എന്നിട്ട് പള്ളിയിൽ വട്ടത്തിലിരിക്കുമ്പോ അപ്പുറത്ത് ജാറുണ്ടാവും, അതിനെപ്പറ്റി ഒന്നും പറയില്ല. കാരണം വട്ടത്തിലിരിക്കാൻ സൗകര്യം കിട്ടൂല. അപ്പൊ വട്ടത്തിലിരിക്കാൻ സൗകര്യം കിട്ടിയാൽ മതി. മാത്രല്ല, ഞങ്ങൾ ഒരിക്കലും ഒരാളോട് നിങ്ങൾ ആ ഏലസ് അഴിച്ചെറിയണമെന്ന് പറയില്ല. ഞങ്ങളെ ജമാഅത്തിന് വന്ന് അയാൾ സ്വന്തം വലിച്ചെറിയണം. അതാണ് ഹിക്മത്ത്. ദൈവത്തിലെ ഹിക്മത്ത്. നിങ്ങൾക്ക് തീരെ ഹിക്മത്തില്ല എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? 10 ആളുകൾ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. 9 ആളോടും കൈ കാണിച്ചു കൊടുത്തു. 10ാമത്തെ ആള് കൈയാച്ചപ്പോ കൈ വലിച്ച്. മനസ്സിലായില്ലേ? എന്താന്ന് ചോദിച്ചു. അയാളെ ശരീരത്തിൽ ഏലസ് ഉണ്ട്. അപ്പൊ അയാൾ തന്നെ അത് പൊട്ടിച്ച് കളഞ്ഞു, വലിച്ചെറിഞ്ഞു. അപ്പൊ റസൂൽ കൈ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പൊ തന്നെ പഠിപ്പിച്ചു, മൻ തഅല്ലക തമീമതൻ ഫഖദ അശ്റക, ഐക്കല്ല് കെട്ടിയവൻ ശിർക്കിലകപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നബി എങ്ങനെയാണ് ദഅവത്ത് നടത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് എന്താണ്? അതാണ് ഏത് നാട്ടിലും ഏത് കാലത്തും നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി 7ാമത്തെ ഖായിദ എഴുതിക്കോളൂ. അന്നഹും യുഅള്ളിമൂന ത്വാല കേട്ടോ ജമീഅ ഉമൂരിദ്ദീൻ, ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അവർ പ്രാധാന്യം കൽപ്പിക്കും, മഹത്വം കൽപ്പിക്കും. ഫയദ്ഊന ഇലാ മാ ദഅ ഇലൈഹി നബിയ്യു, ഫയദ്ഊന അവർ ദഅവത്ത് നടത്തും. ഇലാ മാ ദഅ ഇലൈഹി, ഇലാ മാ ദഅ ഇലൈഹി അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്റൽ ഇസ്തിതാഅത്തി. ദീനിലെ മുഴുവൻ കാര്യങ്ങൾക്കും അവർ എന്ത് ചെയ്യും? മഹത്വം കൽപ്പിക്കും. അതൊക്കെ ശാഖാപര, അത് നിസ്സാരാർന്ന് തള്ളൂല. കാരണം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായും പ്രവേശിക്കണം. ചിലത് മാത്രം എടുത്ത് അതൊന്നും നമുക്ക് ബാധകല്ല എന്ന് പറയരുത്. സൂറത്തുൽ ബഖറ 208, അൽ ബഖറ 208 ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അപ്പൊ ശരി, ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനും എടുക്കണം. നമുക്ക് ഒഴിവാക്കാൻ അത് പറ്റൂ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാൻ ഒരിക്കലും തന്നെ അധികാരമില്ല. അപ്പൊ തൗഹീദ് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞ മറ്റിനൊന്നും പ്രാധാന്യമില്ല എന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട റസൂൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അവിടെ നിസാരായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണം ഈ സഫ് നിക്കല് അല്ലേ? നിസ്കാരത്തിൽ സഫ് നിൽക്കണ എത്ര ഗൗരവത്തിൽ പറഞ്ഞതാ. ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ലതുസവ്വുന്ന സുഫൂഫകും, നിങ്ങൾ നിങ്ങളുടെ സഫുകൾ ശരിയാക്ക തന്നെ വേണം. ഔ യുഖാലിഫന്നല്ലാഹു ബൈന ഖുലൂബികും, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ എന്ത് ചെയ്യും? വേർപിരിക്കും. കണ്ടോ എത്ര ഗൗരവം. മാത്രല്ല ഓരോ നിസ്കാരത്തിലും റസൂൽ പറയും സവ്വു സുഫൂഫകും, നിങ്ങളെ സഫ് ശരിയാക്കണം. ഫഇന്ന തസ്ബിയത സഫി മിൻ തമാമി സ്വലാഹ്, സഫ് ശരിയാക്കൽ നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. പക്ഷെ ഇന്നിപ്പോ എന്താ, സലഫി പള്ളിയിൽ വരെ നമ്മൾ നിസ്കരിക്കാൻ നിന്നാല് കാലിന് വെച്ചാൽ കേന്നമേരം ഒറ്റ തട്ടാം. കള്ളത്തി പൈക്കളെ കറക്കാൻ തൊട്ടമായിരിക്കാം, കാലിന് തട്ടും, ഇപ്പുറത്ത് കെട്ട ബനും തട്ടും. ഇന്നലെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി പറയുമ്പോഴത്തെ കേന്നമേര് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാനൊക്കെ വന്നോളിയും സഫ് നിൽക്കുമ്പോ കാലുമ ചവിട്ടരുത്. ആരെങ്കിലും ഇവിടെ കാലുമ ചവിട്ടുണ്ടോ? ആരാ പറഞ്ഞത്? യഹൂദികളല്ലേ പറയണത്. കേന്നം എന്ന് പറഞ്ഞ നടക്കുമല്ല പറയണത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന സവ്വു സുഫൂഫകും. എന്നിട്ട് പറയാ, സഹാബികൾ പറയാ, വകാന അഹദുനാ യുൽസികു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി, ഞങ്ങളിൽ ഒരാൾ അയാളുടെ കാൽപാദം തൊട്ടടുത്തവന്റെ കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കും. മൻകിബ് എന്താ? ചുമലിനോട് ഒട്ടിച്ചു വെക്കും. അതാണ് തറാസു, നിങ്ങൾ ഇടതൂർന്ന് നിൽക്കണം. സുദ്ദുൽ ഖലൽ എന്ന് ഇമാമുകൾ പറയും. എന്താ? ഗ്യാപ്പ് അടച്ച് നിൽക്കണം. വലാ തദഉ ഫുർജതൻ ലിശൈത്താൻ, ശൈത്താന് നിങ്ങൾ വിടവുകൾ വിട്ടേക്കരുത്. ഒരു വലിയ കേന്ദ്രം നേതാവുണ്ട് ഞാൻ താമസിക്കുന്നിടത്ത്, കുറെക്കാലം വൈസ് സംസ്ഥാന നേതാവാക്കായ അയാൾ പറയാം, അപ്പൊ നമ്മള് കാലിങ്ങനെ പാന്റ് വെച്ചാ അതിന്റെ ഇടയിൽ നിൽക്കൂലേ? ഹേയ്, സഫ് വിട്ടുന്ന ശൈത്താൻ നിൽക്കുന്ന പറഞ്ഞപ്പോ അകലോണ്ട് ചോദ്യം നോക്കിങ്ങള്. അപ്പൊ ഈ രൂപത്തിൽ സ്വഹീഹായ ഹദീസുകളിൽ വന്ന അത് നിസാര ശാഖാപരം എന്ന് പറഞ്ഞ് പണ്ടൊക്കെ തള്ളിയുന്നത് സമഗ്ര ഇസ്ലാമിന്റെ ആളുകളും അതുപോലെ തന്നെ മറ്റേ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവരെന്നെ തള്ളാൻ തുടങ്ങി.
നോക്കിങ്ങള്. അപ്പൊ അതാണ്, അതൊക്കെ ശാഖാപരല്ലേ, നിസാരല്ലേ എന്ന് പറഞ്ഞിട്ട് ദീനിനെ തള്ളിക്കളയുന്ന സ്വഭാവം. ഈ പുസ്തകത്തില് ഷേഖിനോട് ചോദിക്കുന്നുണ്ട്, അഹ്സന അല്ലാഹു ഇലൈക്, ബഅദു നാസ് യുസമ്മി സുനന ജുസ്ഇയ്യാത്തിൻ ഔ ഖുശൂറ. ചില സുന്നത്തുകളെ കുറിച്ചൊക്കെ അത് ശാഖാപരമല്ലേ, അതൊക്കെ തൊലിയല്ലേ, കാമ്പല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഞങ്ങളെ അഭിപ്രായം? അപ്പൊ ഷെയ്ഖ് ഫൗസാൻ മടുക്കാല സമാഹത്തു ഷെയ്ഖ് ഹഫിളഹുല്ലാ, നഅം അല്ലദി യുസമ്മി ഹാദിഹിൽ അവാമിറ വൻ നവാഹിയ ജുസ്ഇയ്യാത്തിൻ ഔ യുസമ്മിഹാ ഖുശൂറ അല്ലദി യുസമ്മിഹാ ഖുശൂറൻ അശദ് ലാ ശക്ക അന്നല്ലദി യുസമ്മിഹാ ജുസ്ഇയ്യാത്ത് യുഖല്ലിലു മിൻ ശഅനിഹാ. ഇതൊക്കെ ശാഖാപരമാണ്, ചെറിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത് തൊലി മാത്രമാണ് എന്ന് പറയുന്നവർ അവർ യഥാർത്ഥത്തിൽ അതിന്റെ കാര്യം ചെറുതാക്കി കാണിക്കുകയാണ്. അത് തൊലിയാണെന്ന് പറയുന്നത് യുഹ്ശാ അലൈഹി മിനർ റിദ്ദ, അവൻ മുർത്തദ്ദായി പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുർത്തദ്ദായി പോണ കാര്യം. കാരണം എന്താ? ലിഅന്ന ഹാദാ മഅനാഹു അൽ ഇസ്തിഹ്സാഉ ബിദ്ദീൻ, കാരണം ഇത് ദീനിനെ പരിഹസിക്കലാണ്. വഅന്ന ഫീഹി ഖുശൂർ വദ്ദീനു ലൈസ ഫീഹി ഖുശൂർ കുല്ലുദ്ദീൻ വലില്ലാഹിൽ ഹംദു ലുബ്ബുൻ ഖാലിസ്. കണ്ടോ, ദീൻ എന്ന് പറഞ്ഞ കുറെ തൊലിയാണ്, കുറെ കാമ്പാണ് എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ ആരബിൾക്ക് അധികാരം കൊടുത്തത്? ദീനിൽ തൊലിയേ ഇല്ല, എല്ലാ ദീൻ മുഴുവനും ലുബ്ബുൻ ഖാലിസ്, തനിച്ച കാമ്പ് മാത്രാണ്. കണ്ടോ, തൊലി ശ്രദ്ധിച്ചില്ലേ പിന്നെ കാമ്പ് സംരക്ഷിക്കാൻ പറ്റുമോ? തൊലിയാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വനഫ്ഉൻ ഖാലിസ് ലൈസ ഫീഹി ഖുശൂർ, അതിൽ തൊലിയേ ഇല്ല. ഫല്ലദി യുസമ്മി ബഅദൽ അവാമിർ ഔ ബഅദൻ നവാഹി ഖുശൂറൻ, ചില അമ്രുകളെ അല്ലെങ്കിൽ ചില നഹികളെ, അള്ളാന്റെ കൽപ്പനകളെ, വിരോധങ്ങളൊക്കെ അത് തൊലിയല്ലേ എന്ന് പറയുന്നവർ, വയ്യഖദ് സഹഹത അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്ഥിരപ്പെട്ടതാണെങ്കിൽ യുഖ്ശാ അലൈഹി മിനർ റിദ്ദ, അയാൾ മുർത്തദ്ദായി പോകുമോ എന്ന് ഭയപ്പെടണം. വലാകിൻ ലഅല്ലഹു യുഅ്ദറു ബിൽ ജഹൽ, ചിലപ്പോൾ ജഹലിന്റെ ഒരു ഉദ്ര അയാൾക്ക് ഉണ്ടായേക്കാം, അറിവില്ലാത്തതുകൊണ്ട് പറയേക്കാരം. മനസ്സിലായില്ലേ? വകൈഫ യകൂനു ദാഇയതൻ വഹുവ ജാഹിൽ, അങ്ങനെയാണെങ്കിൽ ഈ ജാഹിൽ എങ്ങനെ ദഅവത്ത് നടത്തുക? ഇതൊക്കെ ദായിമാരാണല്ലോ പറയണത്, അല്ലേ? വഇല്ലാ ലൗ ലം യുഅ്ദർ ബിൽ ജഹൽ ലഖില ഇന്ന ഹാദാ റിദ്ദ, അയാൾക്ക് ജഹലിന്റെ ഉദ്ർ ഇല്ലെങ്കിൽ ഇത് മുർത്തദ്ദായി പോകുന്ന കാര്യമാണ്. ലഅന്ന സുഖ്രിയത ബിശൈഇൻ മിമ്മാ ജാഅ ബിഹി റസൂൽ വലൗ കാന മുസ്തഹബ്ബൻ റിദ്ദത്തുൻ അൻ ദീനിൽ ഇസ്ലാം, കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു കാര്യത്തെ പരിഹസിക്കൽ അതൊരു മുസ്തഹബായ കാര്യമാണെങ്കിൽ പോലും ദീനുൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം എന്താ? ഖാല അല്ലാഹു തആല ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിച്ചിരുന്നത്? ലാ തഅതദിറു, ഇന്ന് നിങ്ങൾക്കൊരു ഉദ്റുമില്ല. ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം കാഫിറായി പോയിരിക്കുന്നു. തൗബ 66. എന്നിട്ട് ശൈഖ് അവറുകൾ പറയാ, ഫലൗ സഖറ അഹദും മിനസ് സിവാക്, ആരെങ്കിലും അറാഖിന്റെ കൊല്ലുകൊണ്ട് പല്ലിയേക്കിനെ പരിഹസിച്ച് സിവാക്ക് മിൻ സുന്നത്തി സിവാക് ലസാറ മുർത്തദ്ദ, മുർത്തദ്ദായി തീരും, ദീനിൽ നിന്ന് പുറത്തു പോകും. വലൗ സഖറ അഹദും മിൻ ഇഹ്ഫാഇൽ ലിഹാ, താടി നീട്ടുന്നതിനെ ചങ്ങായിന്റെ താടി ആടുകളെ മാതിരി എന്നാണ് പരിഹസിച്ച്, അല്ലേ? ഒരു മുസ്ലിയാർ പറഞ്ഞില്ലേ, വഹാബി മൗലിമാരെ താടിയൊക്കെ കണ്ട ചൂലാക്കാൻ പറ്റും, അടിച്ചു വരണ്ട ചൂല് എന്നിട്ട് ചിരി മൂപ്പര്. കണ്ടോ പരിഹാസം. അവൻ മുർത്തദ്ദായി പോകും. അറിവില്ലാത്ത ജാഹിലാണെങ്കിൽ ജഹലിന്റെ ഉദർ കിട്ടും. ലാക്കിൻ ഇദാകാന മുതഅമ്മിദൻ ഫാദിഹി റിദ്ദത്തുൻ ഇൻദ അഹ്ലുൽ ഇൽം, ഇൻദ അഹ്ലുൽ ഇൽം, അതുകൊണ്ട് മുർത്തദ്ദായി പോകുന്ന കാര്യമാണ്. അപ്പൊ ദീന് അത് ഖുശൂർ, ദീന്റെ തൊലിയല്ലേ, നമ്മൾ തൊലി നോക്കണ്ട, കാമ്പ് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശാഖാപരവും നിസാരവുമാക്കുന്നത് അത് വലിയ തെറ്റാണ്. ഇതൊക്കെ പണ്ട് നമ്മൾ പലരെ പറ്റി ഇപ്പൊ നമ്മളെ ആളുകളിലേക്ക് ഇതൊക്കെ വന്നു, അല്ലേ? കേന്ദ്ര ആഫീസിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. ഇപ്പൊ ചില കുട്ടികൾ തുണി ഇങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് 3/4 ഇങ്ങോട്ട് മുറിച്ചിട്ട് ഒലുവാണത്. ഒലുവ് എന്താ? ഒലുവ് അതിരുവിടൽ. അതിരുവിടൽ കുഫറല്ലേ? അപ്പോ നെര്യാണിന്റെ അവിടെ മുറിച്ചാൽ പോരെ, പിന്നെ മേലക്ക് അങ്ങ് കയറ്റിയിട്ട് ചില താടി കണ്ടില്ല നിങ്ങള്, താടിമ തൊടലല്ല, ആണ് പോയിക്കോട്ടെ നിക്കല, ബ്ലേഡ് തൊട്ടിട്ടുണ്ടാവൂല. ഒലുവാണത്, ഒലുവ്. കണ്ടോ? അയാളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാന വളണ്ടിയർ ക്യാപ്റ്റൻ. മുബത്തദീങ്ങളെ ഇങ്ങനെ ബഹുമാനിക്കല് ഇതാര സ്വഭാവ? ഇത് അഹ്ലുസുന്നയുടെ സ്വഭാവ അല്ലേ? താടി കറുപ്പിക്കണമെന്നും മ്യൂസിക് ഒക്കെ മിമ്പർമ കയറുകയാണ്. എന്തെല്ലാം പോയി കയറിച്ച് വിളിച്ചോ മിമ്പർമ കയറി, ഇതൊക്കെ ന്യായീകരിക്കാണ്. ആലോചിച്ച് നോക്കിക്കള്. ഇതൊന്നും പറയാൻ ഇവിടെ പറ്റാത്ത അവസ്ഥയാണ്. ഹായ്, നമ്മളിപ്പോ പറഞ്ഞ നമുക്ക് പള്ളി പോകൂലേ, നമ്മളിപ്പോ പറഞ്ഞ മദ്രസ പോകൂലേ,
നമുക്ക് വലിയ പേരുള്ള സംഘടനയല്ലേ, സ്ഥാപനല്ലേ? എന്തിനാണിത്? ദീനാണിത്. ഇതൊക്കെ ദീനാണോ? ഇത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇത് താടി പച്ചക്ക് വടിച്ച് നടക്കുന്ന ഒരു പ്രശ്നമല്ല. താടി നീട്ടി അവനെ പരിഹസിക്കുക. ആര്? രാമനും ജോസഫും അല്ല പരിഹസിക്കണത്, മുസ്ലിങ്ങളാ പരിഹസിക്കണത് അല്ലേ? എന്താ അവന്റെ താടി എന്നിട്ട് നായന്മാരമാര് നമ്പൂരികളമാര് വടിച്ചു നടന്ന ഒരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം നമ്മൾ പേടിക്കണം. നമ്മൾ ഇസ്ലാമിന്റെ ചിഹ്നമാണ് താടി. അതിനെ പരിഹസിക്കാന്ന് പറഞ്ഞാൽ മുർത്തതായി പോകുന്ന കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് അഹ്ലു കിതാബിനെതിരാകാൻ വേണ്ടി നമ്മോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മീശ വെട്ടണം, താടി നീട്ടണം. മീശ ചെറുതാക്കി വെട്ടുക, മനസ്സിലായില്ലേ? താടി നീട്ടുക. അതൊരു പിടി കഴിഞ്ഞിട്ട് വെട്ടാമെന്ന് ചില അഭിപ്രായമുണ്ട്. കാരണം ചില സഹാബികൾ അങ്ങനെ മുറിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും താഴെ വെട്ടുന്നതിന് യാതൊരു തെളിവും ഹദീസിന്റെ കിതാബിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊന്നും പരിഹാസത്തിന്റെ ആളുകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഇനി അൽ ഖാഇദത്തു സാമിന, എട്ടാമത്തെ തത്വം എഴുതിക്കോളൂ. അന്നഹും ലാ യുആരിദൂന നുസൂസ ബിഉഖൂലിഹിം. അന്നഹും ലാ യുആരിദൂന നുസൂസ ബിഉഖൂലിഹിം വലാ ബിഅഹ്വാഇഹിം വലാ ബിഅഹ്വാഇഹിം വലാ ബിഅദ്വാഖിഹിം. അന്നഹും ലാ യുആരിദൂന അൻ-നുസൂസ ബിഉഖൂലിഹിം വലാ ബിഅഹ്വാഇഹിം വലാ ബിഅദ്വാഖിഹിം. ദൗഖ് അഭിരുചി, അദ്വാഖ് ദാല് ഖാഫ്, അദ്വാഖിഹിം. വലാ ബിഖൗലി റിജാലിൻ മിസ്ലിഹിം വലാ ബിഖൗലി റിജാലിൻ മിസ്ലിഹിം. എന്താ പറഞ്ഞത്? അന്നഹും ലാ യുആരിദൂന നുസൂസ, പ്രമാണവചനങ്ങളെ അവർ എതിർക്കുകയില്ല. ബിഉഖൂലിഹിം, അവരെ ബുദ്ധികൾ കൊണ്ട്. ഈ ആയത്തിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല, അല്ല ഈ ഹദീസിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല. വലാ ബി അഹ്വാഇഹിം, എന്താ ഹവാ? ദേഹേച്ഛ, അവരെ ദേഹേച്ഛകൾ കൊണ്ട് എതിർക്കൂല. വലാ ബി അദ്വാഖിഹിം, അവരെ അഭിരുചി അല്ലേ, എന്റെ ദൗഖിന് യോജിക്കണില്ല, അഭിരുചിക്ക്. വലാ ബി ഖൗലി റിജാലിൻ മിസ്ലിഹിം, അവരെ പോലുള്ള ആളുകളുടെ വാക്കുകൾ കൊണ്ട്. പലതിന് സുന്നത്തിനും തള്ളിക്കളയാനും പല ഹദീസുകൾ തള്ളിക്കളയാനൊക്കെ ഉള്ള എന്താ? അതിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ല എന്ന് പറയല അല്ലേ? പിന്നെ പറയുന്നത്, എത്ര മൗലിമാരെ വയൽ ഞാൻ കേട്ടണ്, ഒരാരും പറഞ്ഞില്ലല്ലോ. ഏക്കത്തിലെത്തി മൗലിന്റെ വയൽ കോഴിക്കോട്ട് പോയി കേട്ടണ് ഞാൻ. ഒരാരും താടി ഒടിക്കൽ ഹറാമെന്ന് പറഞ്ഞില്ലല്ലോ. ഇതൊക്കെയാ സലഫികളുടെ വാക്ക്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നല്ല. 4 മദ്ഹബിനും താടി ഒടിക്കൽ ഹറാമാ. സലഫികളൊക്കെ പറഞ്ഞു താടി വളർത്തൽ വുജൂബാണ്, മനസ്സിലായില്ലേ? അതിന് ദീനീ സ്റ്റേജുകളിൽ പോലും അത്തരം ആളുകളെ ബഹുമാനിച്ചു കൊണ്ടിറക്കാണ്. ദീനീ സംഘടനയുടെ തലപ്പത്ത് അത്ര ആളുകൾ ഇരിക്കുകയാണ്, പച്ചക്ക് താടി പഠിച്ചവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കണം. അവരൊക്കെ അഖല് കൊണ്ട് ഒരിക്കലും പ്രമാണങ്ങളെ എതിർക്കാൻ പാടില്ല. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞാണ് വലാ തത്ബി അഹ്വാഅഹും ഫലിദാലിക ഫദു വസ്തഖിം കമാ ഉമിർത വലാ തത്ബി അഹ്വാഅഹും വഖുൽ ആമന്തു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. സൂറത്ത് ശൂറ 15. നീ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, നീ അള്ളാഹു കൽപ്പിക്കപ്പെട്ടവരെ ശരിക്കും നിലകൊള്ളുക, അവരെ ഇച്ഛകളെ നീ പിൻപറ്റരുത്, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. പിന്നെ സൂറത്ത് അഹ്സാബ് 36, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. മുഅ്മിനായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കുവാൻ ആർക്കും അധികാരമില്ല. എന്റെ മുഖത്ത് മുളക്കണ രോമം അത് മുളക്കണോ വളർത്തണോ വരണ്ടണോ ഞാനാ തീരുമാനിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തിന്നണിൽ ഇഷ്ടമുള്ളത് തിന്നാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് കുടിക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് ഉടുക്കാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് നോക്കാൻ പറ്റുമോ? എല്ലാത്തിനും നിയന്ത്രണല്ലേ. നമ്മളൊരിക്കലും സ്വതന്ത്രരല്ല. അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അവിടെ സ്വാഭിഷ്ടമനുസരിച്ച് സ്വാഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരൊറ്റ മുഅ്മിനും അധികാരമില്ല. അങ്ങനെ ചെയ്താവും പിഴച്ചു പോകുന്നു. സൂറത്ത് നിസാ 65 ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. അവർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ താങ്കൾ അവർ വിധികർത്താവാക്കണം, ഹക്കമാക്കണം, ജഡ്ജിയാക്കണം.
സുമ്മലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. താങ്കൾ നൽകുന്ന വിധിയിൽ അവർക്ക് യാതൊരു വിഷമവും തോന്നാതിരിക്കണം. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അത് സമ്മതിച്ചു തരണം. ഇങ്ങനെ എത്ര ആയത്തുകളാ സുഹൃത്തുക്കളുള്ളത്. അതൊക്കെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ബുദ്ധിക്ക് സ്ഥാനമില്ലാത്ത ഒരു ചില വിഷയങ്ങളുണ്ട്. ബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് ഭാവിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് പഠിക്കുമ്പോ അള്ളാഹിനെ കുറിച്ച് നമുക്ക് എന്താ ചിന്തിക്കാൻ കഴിയുക? അള്ളാഹിന്റെ ഇസ്മസിഫത്തുകളും അവന്റെ മഖ്ലൂഖാത്തിനെ പറ്റിയല്ലാതെ അതിനപ്പുറം ചിന്തിക്കാൻ കഴിയോ? ഇപ്പൊ അർറഹ്മാനു അലൽ അർശിസ്തവ, റഹ്മാനായ റബ്ബ് അർശിൽ ഇസ്തിവ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇമാം മാലിക്കിന്റെ സാഹസിന്ന ഒരാൾ ചോദിച്ച് അതെങ്ങനെയാണ്? ഇമാം മാലിക്കിന് ദേഷ്യം വന്നു, മുഖം ചുവന്ന് തൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇസ്തിവാവ് പ്രമാണം കൊണ്ട് അറിയപ്പെട്ടത് ഇസ്തിവാവ് മാറും, പക്ഷെ വൽ കൈഫ് മജൂൽ, അതിന്റെ രൂപം നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമല്ല അത്. മനസ്സിലായേ? അതേസമയം വലിയ മാനബിഹി വാജിബുൻ, അതുണ്ട് നമ്മൾ വിശ്വസിക്കണം. അതേസമയം വസ്സുആലു അന്ന ബിദ്അത്തുൻ, ഇതുപോലുള്ള ചോദ്യം ബിദ്അത്താണ്, നമ്മളെ പുറത്താക്കേണ്ട സദസ്സെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രമാണങ്ങൾ എന്ത് വന്നു അതിർക്കല്ലാതെ അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. എന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കണം എന്ന് അള്ളാഹ് പറഞ്ഞേ. ഇപ്പൊ ജിന്ന്, മലക്ക്, സ്വർഗം, നരകം, സിറാത്തുവാലം, മീസാന്, ഇതൊക്കെ ബുദ്ധി കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? പറ്റൂല. അതൊക്കെ എന്റെ ബുദ്ധിക്ക് വെച്ചാൽ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകാൻ പറ്റുമോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കണം. ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഒന്നും, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ ഒന്നും അറിയാൻ കഴിയാത്ത കാര്യം എന്നാ അത് വിശ്വസിക്കണ്ടേ? ഇവിടെ ജിന്നുണ്ട് എന്ന് എനിക്ക് തെളിയിച്ചെന്നാലേ വിശ്വസിക്കുള്ളൂ. എങ്ങനെ തെളിയിച്ചു കൊടുക്കുക? ഇവിടെ മലക്കുണ്ട്, എങ്ങനെ തെളിയിച്ചു കൊടുക്കുക? അപ്പൊ അതുകൊണ്ട് വിശ്വാസ കാര്യങ്ങളിൽ ബുദ്ധിക്ക് സ്ഥാനമല്ല. ഇബാദത്തിന്റെ കാര്യം എന്താ? മഗ്രിബ് 3, എന്താ ളുഹർ 4, എന്താ സുജൂദ് അങ്ങനെ, എന്താ റുക്കൂ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. അതാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ കാന ദീനു ബിർറയി ലകാന അസ്വലുൽ ഖുഫി ഔലാ ബിൽ വസ്ബി മിൻ അലാഹു. കണ്ടോ, ദീൻ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ ഒളു എടുക്കുമ്പോ ഹുഫമ്മ തടവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കാലുറമ തടവാ, കാല് വീണ സമയത്ത് അത് എവിടെയാ തടവല്? താഴെ തടവല് അല്ല, മേൽഭാഗം. പക്ഷെ ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ തടവാൻ ഏറ്റവും യോജിച്ചേതാ? താഴെ ഭാഗമാണ്. കുറച്ച് മണ്ണ് തട്ടണവും ചളിയാകാൻ സാധ്യതയുള്ളൂ അവിടെയല്ലേ. പക്ഷേ വലാകിൻ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യംസഹു അലാ ലാഹിരിൽ ഖുഫി, അല്ലാഹുവിന്റെ റസൂല് ഖുഫന്റെ മുകളിൽ തടവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി ദീന് ബുദ്ധിക്കനുസരിച്ചല്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക് നോക്കുങ്ങള്, കണ്ടോ? അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും ബുദ്ധിക്കൊരു സ്ഥാനമല്ല. തയമ്മും എന്താ? നബി അങ്ങനെ കാണിച്ചെന്ന്. കീഴ്വായി പോയാൽ ഒന്നു മുറിയുന്നതിനെ പരിഹസിച്ചു ചേകനൂര് അല്ലെ? ടയർ പഞ്ചറായിട്ട് മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യമുണ്ടോ അല്ലേ? എന്നാ കക്കൂസ് പോയാലും അതുപോലെ തന്നെ മൂത്രമൊഴിച്ചാലും ഒന്നു പോകണില്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു ചോദിച്ചൂടെ, ഓയിൽ ലീക്കായിട്ട് മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യമുണ്ടോ? അവന് ദീനൻ ഉണ്ടാവുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ബുദ്ധിക്കനുസരിച്ച് എത്ര കാര്യങ്ങൾ തള്ളിക്കളയുന്നത്. അപ്പൊ ബുദ്ധിക്ക് അള്ളാഹു ചില പരിമിതികൾ വെച്ചിട്ടുണ്ട്. കണ്ണിനും കാതിനും പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ പരിമിതിയുള്ള ബുദ്ധിക്കും പരിമിതി ഉണ്ട്. മനുഷ്യ ബുദ്ധിക്ക് പരിമിതി ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ബുദ്ധിക്ക് അള്ളാഹ് പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധി ഉപയോഗിക്കാന്നല്ലാതെ പ്രമാണങ്ങളെ തിരുത്താനോ ഭേദഗതി വരുത്താനോ നമ്മളെ ബുദ്ധിക്ക് അധികാരമില്ല. അതിനുള്ള ബുദ്ധി മനുഷ്യനില്ല. മനസ്സിലായിട്ടില്ലേ? ഒരു കാര്യം ഹൈറോ ഷെറോ തീരുമാനിക്കാൻ മനുഷ്യന് അധികാരം കൊടുത്തോ? ഇല്ല. അസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കും, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഖൈറായിരിക്കും. വസാൻ തുഹിബ്ബു ശൈഅൻ, വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, വഹുവ ശർറുൽ ലക്കും, യഥാർത്ഥത്തിൽ നിങ്ങൾ ഷർറായിരിക്കും. എന്നിട്ടോ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹ് അറിയുന്നു, നിങ്ങൾ അറിയണില്ല. അപ്പൊ ഖൈറും ഷർറും തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹ്ക്കേ ഉള്ളൂ. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുക അത് തിരക്കടില്ലാന്ന് തോന്നും, യഥാർത്ഥത്തിൽ ഷർറായിരിക്കും. നമ്മൾ കാണുമ്പോൾ ഷർറാന്ന് തോന്നും, യഥാർത്ഥത്തിൽ ഖൈറായിരിക്കും. അപ്പൊ ആര് പറയണം? അള്ളാഹ് പറയണം, റസൂൽ. അപ്പൊ ബുദ്ധിക്ക് അത്രേ സ്ഥാനമുള്ളൂ. ലഅല്ലക്കും തഅഖിലൂൻ അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ഖുർആനിലില്ലേ എന്താ അത്? സ്ഥിരപ്പെട്ട പ്രമാണ വചനങ്ങളെ പറ്റി ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. പ്രമാണം സ്ഥിരപ്പെട്ടതാണോ എന്ന് മനസ്സിലാക്കാൻ ചിന്തിക്കണം. പക്ഷെ സ്ഥിരപ്പെട്ടാ പിന്നെ അവിടെ ബുദ്ധിക്കനുസരിച്ച് അതിനെ ഭേദഗതി തിരുത്താനോ നമുക്ക് അധികാരമില്ല. അതൊരു വലിയ വിഷയമാണ്. ബുദ്ധിയും പ്രമാണവും എന്നൊരു വിഷയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതുണ്ട്. ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയോട് പെണ്ണ് ചോദിച്ച്, അല്ല ഉമ്മ, ആർത്തവ കാലത്ത് പെണ്ണുങ്ങൾക്ക് നോമ്പ് പോയാൽ നോറ്റ് വിട്ടുന്നതാണ്, എന്നാ നിസ്കാരം നിന്നെ കളാ വിട്ടണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ തിരിച്ചൊരു ചോദ്യം, ഹറൂറിയത്തുൻ അന്തി, നീ ഖവാരിജി ആണോടി? അപ്പൊ ഖവാരിജികൾക്ക് അങ്ങനെ വാദം ഉണ്ടെന്ന് ആർക്കറിയാം? ആയിഷാ ബിബി റളിയല്ലാഹു അൻഹക്ക് അറിയാം. ചോദ്യം കേട്ടല്ലോ, എന്റെ ചോദ്യം കേട്ട സൂഫിയ തരീക്കത്തരനാ അല്ലേ? ചോദ്യം കേട്ടാ നമ്മൾ ചോദിക്കുമല്ലോ,
ഇജ്ജ് സമഗ്ര ഇസ്ലാമിന്റെ ആളാ അല്ലേ? അപ്പൊ അന്നത്തെ കക്ഷികൾ അറിയുന്നോണ്ട് ആയിഷ ബീവി ചോദിക്കുക, ഹറൂറിയത്തുനന്തി, അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരാ ഞങ്ങൾ റസൂലിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർത്തം ഉണ്ടാകാറുണ്ട്. നിസ്കാരം കളാവിട്ടാൻ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നോമ്പ് കളാവിട്ടാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്റെ ബുദ്ധി കടസ്ഥാനല്ല എന്നാണ് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് 8ാമത്തെ ഖായിദയാണത്. ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈമാനിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനും കീഴൊതുങ്ങലാണ്. അള്ള പറഞ്ഞ റസൂൽ പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. അതിൽ നമ്മളെ ബുദ്ധിക്കനുസരിച്ച് തിരുത്താനോ ഭേദഗതി വരുത്താനോ പാടില്ല. അല്ലേ? ഹുദൈബിയ സന്ധി ഉമർ ഖത്താബിന് വരെ എന്തിനാ നബി അങ്ങനെ സമ്മതിച്ചു കൊടുക്കണേ? ഉംറ ചെയ്യാൻ വന്നിട്ട് കടക്കാൻ പാടില്ല മക്കത്തേക്ക്, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അല്ലേ? തഹല്ലുലായിട്ട് മുടിയെടുത്ത് തഹല്ലുലായിട്ട് അറിവ് നടത്തിയിട്ട് തിരിച്ചു പോവാണ്. എന്നിട്ട് പിന്നെന്താ തീരുമാനം? യുദ്ധം തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പാടില്ല. പിന്നെ മക്കത്ത് നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് വന്നാലും മക്കത്തേക്ക് വന്നാലും ആരെയും തടയാൻ പാടില്ല. പക്ഷെ മക്കത്ത് നിന്നാലും മദീനത്തേക്ക് എന്നാ ഓലങ്ങൾ തിരിച്ചയക്കണം, മദീനത്ത് ആരും മക്കത്ത് നിന്നാൽ തിരിച്ചയക്കേണ്ടതുമില്ല. ഇതൊക്കെ പാടെ കേട്ടു ഉമർ ഖത്താബ് എന്തിനാ അങ്ങനെ താന്നു കൊടുക്കണേ? നമ്മൾ ഹക്കിന്റെ വേലല്ലേ നബി എന്നൊക്കെ പറഞ്ഞ് ചൂടായി. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടല്ലോ, ഹാദാ റസൂലുള്ളാഹ് ഇൽസമു മാ യഖൂൽ, ഞമ്മക്ക് പെട്ടെന്ന് തിരിഞ്ഞത് അള്ളാന്റെ റസൂലായി പറയണത്, ആ പറഞ്ഞോടത്ത് നിന്നോളിട്ടോ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കാല കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം മക്കം ഫത്ഹിന് യഥാർത്ഥത്തിൽ പിന്നെ ഒരു മുഖദ്ദിമയായി മാറിയത് ഹുദൈബിയ സന്ധിയാണ്. അല്ലേ? മക്കയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് പ്രയാസമില്ലാതെയായി. മാത്രമല്ല ആർക്കും വന്നിട്ട് മക്കയിൽ ഹിജ്റ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ മദീനത്തേക്ക് പോകാൻ പറ്റി. ഒരുപാട് ആൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റി, ഇസ്ലാം പ്രചരിപ്പിക്കാൻ പറ്റി. അങ്ങനെ മക്ക വിജയത്തിന് പാതയൊരുക്കാൻ സുൽഹുൽ ഹുദൈബിയ സാധിച്ചു. പക്ഷെ ഉമർ ഖത്താബ് പറയാണ്, ഞാന് വലഖദ് റഅയ്തുനി യൗമ അബീ ജന്ദൽ അറുദു അംർ റസൂലില്ലാ വജ്തൈദറഹി വമാ അലൗതു അനിൽ ഹഖി. അബൂജന്തൽ ചങ്ങലയും പൊട്ടിച്ചു വന്നിട്ട് റസൂൽ തിരിച്ചയച്ചല്ലോ അല്ലേ? അന്ന് ഞാൻ റസൂലുള്ളാഹിന്റെ കൽപ്പന തള്ളിക്കളയുന്നു എന്റെ അഭിപ്രായം അനുസരിച്ച്. പക്ഷെ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ത്? എനിക്ക് ഖേദം തോന്നിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഉമർ ഖത്താബിന് പിന്നെ മനസ്സിലായി. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ പ്രമാണങ്ങളൊപ്പം നമ്മൾ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും ഇതില് 10-40-ലധികം ഖായിദകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു സൂചന മാത്രം നൽകിയെന്നേ ഉള്ളൂ. സലഫി തർബിയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ നിരവധിയുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കി പൂർണ്ണമായ സലഫിയത്തിലേക്ക് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അതൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ ആ പേരിനൊരു 10 സലഫിയെ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഞാൻ കൂടുതൽ ഏതായാലും പൂർണ്ണമായ സലഫിയത്ത് പറ്റുമോ നമ്മൾ നോക്കണമല്ലോ. ഈ നടപ്പിലാക്കാൻ പറ്റാത്ത ഇസ്ലാം അത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആദർശത്തെക്കാളേറെ സംഘടനക്ക് പ്രാധാന്യം കൊടുത്ത്, സംഘടനാ ചട്ടവട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്കൊരിക്കലും സലഫിയത്തോടെ കൊണ്ടുവരാൻ കഴിയില്ല. അവർക്ക് സംഘടനാ തർബീയത്തെ കൊണ്ടുവരാൻ കഴിയുള്ളൂ, സലഫി തർബീയത്ത് കൊണ്ടുവരാൻ കഴിയില്ല. ഇൽമിലേക്കും ഉലമാക്കളിലേക്കും മടങ്ങി നമ്മൾ യഥാർത്ഥ സലഫിയത്ത് എന്താന്ന് പഠിക്കണം. എത്ര കാര്യങ്ങൾ ആളുകൾ പഠിക്കാത്തതുണ്ട് അറിയോ? 20-25 കൊല്ലായി ഇപ്പോഴും നിസ്കാത്ത ദുആന്റെ അർത്ഥം കൂടി അറിയില്ല ചില ആളുകൾക്ക്. എന്നും മൂപ്പർക്ക് പ്രവർത്തനത്തിന്റെ തിരക്ക, അങ്ങോട്ട് പോഞ്ഞ് ഇങ്ങോട്ട് പോഞ്ഞ്, ജീപ്പെടുത്ത് അങ്ങോട്ട് പോഞ്ഞ് ഇങ്ങോട്ട് പോഞ്ഞ്, ഒക്കെ എന്റെ ദൈവോത്തരവാദിത്തം തീർന്ന്. കുറെ ശരിക്കും വിധത്തിനും ഇവിടെ എതിർക്കും, അതേ കാര്യം കുറച്ച് അപ്പുറത്ത് പോയിട്ട് എതിർക്കും, കുറെ എപ്പുറത്ത് എതിർക്കും. അവിടെയൊക്കെ വണ്ടി എടുത്തു പോയാൽ നമ്മൾ ഉത്തരവാദിത്തം തീർന്നു. അതൊന്നും വേണ്ടാന്നല്ല, അതൊക്കെ ഒപ്പം നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഒരു ക്യാമ്പയിൻ, അത് കഴിയുമ്പോഴത്തേന് അടുത്ത ക്യാമ്പയിൻ, ഒരു പോസ്റ്റർ, അത് കഴിയുമ്പോഴത്തേന് അടുത്ത പോസ്റ്റർ, എപ്പോഴും തന്നെ പണി. പഠിക്കണ പരിപാടിയല്ല. എനിക്കെന്താ ഇനി പഠിക്കാം, ഞാൻ 30 കൊല്ലം സെൽഫി ആയിട്ട് എന്ന് പറയും. ആ കിബർ അവസാനിപ്പിച്ചിട്ട് ഒന്ന് ഇരുന്ന് പഠിക്കാൻ ദായിമാരും സാധാരണക്കാരും ഒക്കെ തയ്യാറാകണം. യഥാർത്ഥ സലഫിയത്ത് എന്താന്ന് മനസ്സിലാക്കണം. അഖീദയിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ശരിയായ അഖീദ പഠിപ്പിക്കപ്പെടണം. ഇബാദത്തുകളിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്, അത് പഠിപ്പിക്കപ്പെടണം. ഖുർആൻ ഓതുക, ഖുർആന്റെ തഫ്സീർ മനസ്സിലാക്കുക, ഹദീത്ത് പഠിക്കുക, അതിന്റെ അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം? താടി മുടി കറുപ്പിക്കാൻ 2 പേർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ടെന്ന ഹദീസ് സഹിയാണോ? യുദ്ധത്തിന്റെ വേളയിൽ ചെറുപ്പക്കാർക്ക് ഭാര്യയുടെ മുമ്പിൽ മുടി കറുപ്പിക്കാന്ന് പറയും, ശരിയാണോ? പറയുന്നതിനോട് അതിന്റെ ഹദീസ് ഒന്ന് എഴുതി തരാൻ വേണ്ടി പറയാ, അപ്പൊ നമുക്ക് ബാക്കി സംസാരിക്കാം. സഹീഹായ ഹദീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആളുകളോട് എഴുതി തരാൻ വേണ്ടി പറയാം. മറവ് ചെയ്ത ഖബറിനായിരുന്നു ജമാഅത്തായി മയ്യിത്ത് നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ? നിസ്കരിക്കാത്ത ആളുകൾ വന്നാൽ അവിടെ വെച്ചിട്ട് മയ്യിത്ത് നിസ്കാരം നടത്താവുന്നതാണ്.
മയ്യത്ത് മുമ്പിലില്ലാതെ മയ്യത്ത് നിസ്കരിക്കാമോ? ഖബറിന്റെ അടുത്ത് നിസ്കരിക്കാം. അല്ലാതെ എവിടെയെങ്കിലുള്ള മയ്യത്തിന് വേണ്ടിയിട്ട് ഗായിബായ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശിക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്കും വേണ്ടി നിസ്കരിച്ചിട്ടില്ല. റസൂലിന്റെ ഒരുപാട് സഹാബികൾ പല നാട്ടിലും മരിച്ചിട്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. റസൂല് മരിച്ചിട്ടും മക്കത്ത് മദീനത്ത് മാത്രമേ എന്ത് ഉള്ളൂ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുള്ളൂ. ഖലീഫമാര് മരിച്ചിട്ടും അങ്ങനെ തന്നെ. അത് പിൽക്കാലത്ത് നജ്ജാശിന്റെ തെളിവും വെച്ചിട്ട് കുറെ ആളുകൾ ഗായിബായ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ള മസലയാണെങ്കിലും റാജിഹായ അഭിപ്രായം അത് ശരിയല്ല എന്നുള്ളതാണ്. താടി വടിച്ച ആളുകളെ ഇമാമത്ത് നിൽക്കാൻ പാടില്ല എന്നും അവർ ഫാസിഖാണെന്നും സലഫി ഉലമാക്കളെ ഫത്വ ഉണ്ട്. മനസ്സിലായില്ലേ? രണ്ടും സഹിഹാണ്. ഇമാമ് തിരിഞ്ഞിരിക്കുന്നതും എഴുന്നേറ്റ് പോകുന്നതും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഖബർസ്ഥാനുള്ള പള്ളി എന്ന് പറഞ്ഞത് കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. ജാറം അറ്റാച്ച്ഡ് പള്ളിയാണോ അതിലെന്തായാലും നിസ്കരിക്കാൻ പറ്റൂല. പിന്നെ ഖബറിനെയും പള്ളിയും വേർപെടുത്തുന്ന മതിലുണ്ടെങ്കിൽ അത് ജായിസ് ആണെന്നും, ഉണ്ടെങ്കിലും അത് ഖബറിന്റെ അടുത്ത് ഖബറുകൾക്ക് വീത പള്ളി ഉണ്ടാക്കിയ ഹുക്കും അതിനുണ്ടെന്നും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ശൈഖ് നാസറുദ്ദീൻ അൽബാനി ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജാറമുള്ള പള്ളിയിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാർ അറ്റാച്ച്ഡ് പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖബറിന്റെ പള്ളിന്റെ മുറ്റത്ത് ഖബർ ഉണ്ടാവുമ്പോ ഇതിന്റെ ഇല്ല. ഇവിടെ വേറെ കുറെ പുസ്തകങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഷെയ്ഖ് നാസിർ അൽബാനിയുടെ നബിയുടെ നമസ്കാരം എന്ന പുസ്തകം, ഇമാം സഹബിയുടെ വൻപാപങ്ങൾ, അങ്ങനെ കുറെ പുസ്തകങ്ങൾ ഇവിടെ പുറത്തുണ്ട്. ഇല്ല അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ബുക്കാക്കാം പിന്നീട്. ഇനിയും കുറെ കായികകൾ പഠിപ്പിക്കാണ്ട്. ഏതായാലും സമയം വൈകിപ്പോയി, എനിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ 9:30 നിർത്താൻ വിചാരിച്ചു. പക്ഷെ നിസ്കാരത്തിന് നിർത്തിയിട്ട് ഏതാണ്ട് 3/4 മണിക്കൂർ ആയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് നിങ്ങൾ എല്ലാവരും പഠിക്കണം, കേൾക്കണം. ഇതുപോലുള്ള ദർസുകളുടെ കുറെ സീഡികൾ കിട്ടും നിങ്ങൾക്ക്. അതുപോലെ dawavoice.com പോയാൽ ഇങ്ങനത്തെ ദർസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതെല്ലാം പരസ്പരം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുക, പഠിക്കുക. നമുക്ക് ആരോടും ഒരു വ്യക്തിപരമായ വിരോധവും വെക്കേണ്ടതില്ല. ദീന് പഠിക്കുക, പഠിപ്പിക്കുക. അതിനുവേണ്ടി പരസ്പര സഹായ സഹകരണങ്ങൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ല വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ രാജപാതയിൽ അവസാന ശ്വാസം വരെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഞാൻ പോവാ. ഞാൻ കാറുണ്ട്, കാരണം ഒപ്പം പോകാൻ നമുക്ക്